Thank you.
നല്ല പാട്ടുകൾ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക, ആത്മാവിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുക, ആത്മാവിൽ കർത്താവിനെ കരങ്ങളെ അടിച്ച് സ്തുതിക്കുക ഒക്കെ നമുക്ക് രാത്രികാലം അവസരം നൽകും. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ജീവനും ചൈതന്യവും തരുന്ന വചനം കേൾക്കുവാനാണ്. ഹല്ലേലൂയ. വചനത്തിന് മുന്നിൽ ബഹളങ്ങളൊന്നുമില്ല. വചനത്തിന് മുന്നിൽ ഹല്ലേലൂയ ഹൃദയത്തിനകത്രങ്ങളിൽ സ്തോത്രം എന്ന യാഗം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ കേട്ട് ആ വചനം നമ്മൾ ഗ്രഹിച്ച് അതനുസരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ളതാണ് വചന ശുശ്രൂഷ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ തുടർന്നുള്ളതായിരിക്കുന്ന അനുഗ്രഹമായിരിക്കുന്ന വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. കർത്താവേ, ഇന്ന് സംസാരിക്കുന്ന വേദ വാക്യങ്ങൾ, ദൈവിക ദൂതുകൾ അതെന്റെ ജീവിതത്തിലായിരിക്കണമേ. അതെന്നെ മുൻപോട്ട് നടത്തുന്നതായിരിക്കണമേ. അതെന്റെ ഭവനത്തോടുള്ള ബന്ധത്തിലായിരിക്കണമേ. ഹല്ലേലൂയ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം കൃത്യമായി നമ്മളോട് സംസാരിക്കുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം ഈശ്വരന്റെ പ്രദേശത്ത് നിന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ഒക്കെ ഹല്ലേലൂയ ഓടി കടന്നു വന്ന് നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് വേണ്ടിയൊക്കെ ഇടുമെന്ന് പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവിക സന്ദേശങ്ങൾ നൽകി തരികയും ചെയ്യുന്ന നമ്മുടെ ഇന്ന് രാത്രികാലം നമ്മളുടെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രികാലം തുടർന്നുള്ളതായിരിക്കുന്ന ദൈവിക വചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ ദാസനെ ഞാൻ മുൻപോട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒത്തിരി നാളുകൾക്ക് ശേഷമായിട്ട് ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായി നിൽപ്പാൻ ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ എനിക്ക് പങ്കെടുക്കുവാൻ ഒരവസരം കൂടെ ദൈവം തന്നതോർത്ത് സ്തോത്രം ചെയ്തു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും വരുവാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചെങ്കിലും പല തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇന്ന് പകലിൽ നിങ്ങളൊപ്പം ആയിരിക്കുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. വളരെ പ്രത്യാശയോടെ ദൈവത്തെ ആരാധിപ്പാനും വാഴ്ത്തുവാനും ബോധപ്പെടുത്തുവാനും ഒക്കെ ദൈവം സഹായിച്ച നല്ല വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. സ്തോത്രം. ജീവിതത്തിന്റെ പ്രതിസന്ധി മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മെ കരപിടിച്ച് നടത്തുന്ന ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന്റെ ദിവ്യ സ്നേഹത്തെ അനുഭവിച്ചറിയുവാനും ഒക്കെ ഇടയായി ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രിയിൽ കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് ഒരുങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ അതിശക്തമായ മഴയാണ്. 2 മഴ അതിശക്തമായ പെയ്ത് ഒന്ന് തോർന്നടുത്ത മഴയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മേഘം ഒരുങ്ങി ഇരുണ്ട് വല്ലാത്തൊരു കാലാവസ്ഥയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ചെറുതായിട്ട് മഴ പെയ്യുന്നു. 2 ചിന്ത മനസ്സിൽ പോണോ പോണ്ടായോ. പക്ഷെ എന്നാലും തീരുമാനിച്ച് എന്തായാലും പോവുക. അങ്ങനെ തീരുമാനിച്ച് ഞാൻ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ ഞങ്ങളുടെ എൻ്റെ 3ാമത്തെ അമ്മാച്ചൻ്റെ കൊച്ചുമോൻ അവൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, എല്ലാവരും കടന്നു വരണം. അവള് തിങ്കളാഴ്ച നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഹൈദരാബാദിലേക്ക് പോകുക, അതിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞാൽ മറ്റൊരിടത്തൊരു പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് മനസ്സിൽ തീരുമാനിച്ചു പോയി. അതുകൊണ്ട് ഞാൻ കാണത്തില്ല, വീട്ടിൽ നിന്ന് പിള്ളേരും അവളും വരും എന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ടിഞ്ഞ് പോരുകയാണ്. അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്നതോറും കാലാവസ്ഥ മാറി. ഇവിടെങ്ങും അങ്ങനെ മഴ പെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് പകൽ പെയ്തായിരുന്ന മഴ
അവിടെ ഭയങ്കര മഴയാണ്. രാവിലെ മുതൽ ശക്തമായ മഴ, അതിഭയങ്കരമായ മഴ പെയ്ത് മാറി. അടുത്ത മഴയ്ക്കുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒരുങ്ങി അവിടെ ഇങ്ങനെ ഇരുളടഞ്ഞു കിടക്കുന്ന ഒരു ഭയങ്കര കാലാവസ്ഥ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടായി. ഞാൻ ശിംശോൻ ഭാഷയെ വിളിച്ചു. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, വൈകിട്ട് നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പോയിട്ട് വരാം. അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് വേണ്ട ആവശ്യങ്ങളുണ്ട് നമുക്ക്. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും എന്നെ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇന്നെന്തായാലും ഞാൻ പോകാം എന്ന് വിചാരിക്കുന്നു. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ കർത്താവദാസിനെ ഞങ്ങൾ കണ്ടിരുന്നു ഒരു മരണത്തിൽ. അവിടെ വെച്ച് ഞാൻ വെള്ളിയാഴ്ച വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്തായാലും പോയേ പറ്റും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ യാത്ര തിരിച്ചു. ഒരുപക്ഷെ നാളെ വൈകിട്ട് കാലാവസ്ഥ ശരിയെന്നാണെങ്കിൽ അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് വരാതിരുന്നത് എൻ്റെ ബൈക്ക് അതിന് കംപ്ലൈൻ്റായി, പ്രശ്നങ്ങളായി. ഞാൻ ഒന്നിൽ കൂടുതൽ വർക്ക്ഷോപ്പുകളിൽ ചോദിച്ചപ്പോൾ അവർക്ക് 15,000 രൂപ ചോദിക്കുന്നത്. ശരിയാണ്, എഞ്ചിൻ പണിയൊന്നും ആയിട്ടില്ല, എന്നാൽ അതിൻ്റെ സൈഡിൽ ഹാഫ് എഞ്ചിൻ പണി അവർ പറയുന്നത് മൊത്തം അഴിച്ച് പണിഞ്ഞെങ്കിലേ പറ്റുമെന്നുണ്ട്. 12,000 രൂപ 13,000 രൂപയാവും. പിന്നെ അതിനകത്ത് ഞങ്ങൾ അഴിക്കുമ്പോൾ ഏതെല്ലാം സാധനങ്ങൾ മാറ്റണം, അതനുസരിച്ചിട്ട് ഏകദേശം ഒരു 15,000 രൂപ നിങ്ങൾ കൈ കരുതിക്കോണം എന്ന് പറഞ്ഞു. എല്ലാവരും ഒരുപോലെ അങ്ങനെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു, ഈ 15,000 രൂപ കൊടുക്കാൻ അപ്പോഴില്ല, നമ്മൾ തന്നെ പണിയാന്ന് വിചാരിച്ചു. പണി നമ്മൾ തന്നെ സ്വയം ഏറ്റെടുത്ത് എല്ലാം അഴിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം ശരിയാക്കി റെഡിയായി. വണ്ടി സ്റ്റാർട്ടായി, ഓടിച്ചൊരു കുഴപ്പമില്ല. പക്ഷെ കുറേ ദൂരം പോകുമ്പോൾ അത് ഓവർ ഹീറ്റാണ്, ഒത്തിരി ചൂട് കൂടുന്നു, അതിനകത്ത് പുക പറക്കുന്നു. പിന്നെ അത് അവിടെ മാറ്റി വെച്ചിട്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുകളൊക്കെ ആയിപ്പോയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ എന്നും എല്ലാ ആഴ്ചയും കാറിൽ വരുമെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്ററിനെ അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയും പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും ഓർത്ത് ഞങ്ങളെപ്പോഴും പറയും, ഞാൻ ശിംശോൻ ഭാഷ സംസാരിക്കും, നമ്മൾ തുറന്നതിൽ പോയില്ല, ഇതായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വണ്ടി ഉണ്ടല്ലോ, നമുക്ക് വണ്ടിയിൽ പോകും. അപ്പോൾ അദ്ദേഹത്തിന് ആ ദിവസങ്ങളൊക്കെ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റാതായി പോയി. ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ എന്നോട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, ഇവിടെ കൂട്ടായ്മ ആയിരിക്കുന്നവർക്ക് എന്നോട് ചോദിച്ചു, മടുത്തുപോയോ? സ്തോത്രം. ഞാൻ അന്നേരം മറുപടി കൊടുത്തില്ല. അവരുടെ ഏറിയിൽ ചെല്ലുമ്പോൾ അവർ വരുന്നില്ലെന്ന് അവിടെ വെച്ച് ഞാൻ മറുപടി കൊടുക്കുകയെ. സ്തോത്രം. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. അതൊരു പരിഹസ ചവയോടുകൂടിയാണ് ആ ചോദ്യം ചോദിച്ചത്. ഹല്ലേലൂയ. മടുത്തുപോയതൊന്നുമല്ല, ഞങ്ങൾക്കുള്ള ജീവിത സാഹചര്യങ്ങളായിപ്പോയി. പിന്നെ ഞാൻ സഭാ ശുശ്രൂഷകനും കൂടെ ആയതുകൊണ്ട് സഭയുടെ കാര്യങ്ങൾ, സഭയുടെ സെൻറ്ററിൻ്റെ ഓരോ കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ അതിനൊക്കെ പോയി സംബന്ധിക്കുകയൊക്കെ വേണം. ചില വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ. മറ്റ് ദിവസങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഇവിടെ പ്രാർത്ഥന നടക്കുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ പോകേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. ദൈവത്തിന് സ്തോത്രം. മുക്കുമ്പോഴൊക്കെ സൗകര്യം മുക്കുമ്പോഴൊക്കെ ഇനിയും വരും. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്ത് തടസ്സം വന്നാലും വരണമെന്ന് ചിന്തിച്ചു. ഞാൻ വന്നു. ഇപ്പം ഞാൻ വെളിയിലോട്ട് ഒരു ശിംശോൻ ഭാഷ 2-3 ആവർത്തി എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ ഫോണെടുത്തുകൊണ്ട് സാധാരണ പോകുന്നതല്ല. 2-3 ആവർത്തി വിളിച്ചതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമാണോ എന്നറിയാൻ ഞാൻ വിളിച്ചപ്പോൾ വേറൊരു ആവശ്യം പുള്ളി ആവശ്യപ്പെട്ടതാണ്. അത് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെവിടെ പ്രാർത്ഥനയ്ക്ക് പോയോ? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആള് വില്ലനാണ് എന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കല്ലേ വലിയ തടസ്സം, നിങ്ങളെ വിളിച്ചതല്ലേ. അപ്പോൾ അദ്ദേഹം വേറെ ഇവിടെ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരുപക്ഷെ നാളെ എന്തൊക്കെ വരുമായിരിക്കാം. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കും. ഞാൻ സമയത്ത് ഇത്തിരി കളയുന്നില്ല. ഇന്ന് രാത്രി പ്രിയ കർത്താവദാസൻ പറഞ്ഞതുപോലെ തന്നെ ദൈവവചനം അതിനോ ബഹളമോ ഒന്നുമില്ല.
ശാന്തമായി നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തിനകത്തേക്ക് കൈമാറി തന്ന ഞാൻ ദൈവസന്നിധിയിൽ താഴെയിരുപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഈ രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഈ യോഗ പരമ്പരകൾക്ക് നേതൃത്വം നൽകി കൊടുക്കുന്ന കർത്താവിന്റെ വരപ്പെടുദാസൻ പ്രിയ ജോസ് അവர்கள், തൻ്റെ കുടുംബം, പ്രിയ കർത്താവദാസൻ വിശ്വനാഥൻ അവர்கள், ആയതുപോലെ തന്നെ വാത്സല്യ സഹോദരൻ, തൻ്റെ കൂട്ടാളി കുഞ്ഞ്, പ്രിയ മാമ, പൈതങ്ങൾ രണ്ടുപേര്, അതുപോലെ തന്നെ വാത്സല്യ സിസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ നന്ദിയും വന്ദനത്തെയും ഈ രാത്രിയിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏനാത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ യാബോക്ക് ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ പ്രവർത്തനം, അതിന് അടുത്ത സമയം മുതൽ ഞാനും അതിനകത്ത് ഭാഗവാക്കായി ഇതിലൊരു മെമ്പറായി ഇങ്ങനെ സഹകരിച്ചു പോകുന്നു. അപ്പൊ അവരുടെ ഒരു ഉപവാസ പ്രാർത്ഥന അവിടെ നടന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അവിടെ ബാബു ചാരുമോട് പാസ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഈ തുടർന്നലയിൽ പാസ്റ്ററിന് അവർക്കൊരു അപകടമുണ്ടായി ഏനാത്ത് വെച്ചിട്ട്. അപ്പോഴാണ് ഞാനത് അറിയുന്നത്. 2 ദിവസം മുമ്പ് അറിഞ്ഞില്ല. അപ്പോഴാണ് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയും അതിൻ്റെ ഭീകരത്വത്തെ കുറിച്ച് മനസ്സിലാക്കുവാനൊക്കെ ഇടയായി. സ്തോത്രം. പിന്നീട് കർത്താവദാസനും കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പ്രിയ കർത്താവദാസനും അതിൻ്റെ അപകടത്തിൻ്റെ ഗൗരവം ഒന്നുകൂടെ അറിയിക്കാനിടയായി. ദൈവം വിടുവിച്ചതോർത്ത് സ്തോത്രം. അനുഭവസ്ഥർക്ക് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് തിരിച്ചറിയാൻ കഴിയൂ എന്ന് കർത്താവദാസൻ പറഞ്ഞു. അതിലൊരു അനുഭവസ്ഥനാണ് ഞാൻ. സ്തോത്രം. അപകടം എനിക്ക് 1-2 പ്രാവശ്യം സംഭവിച്ചു. എൻ്റെ ബൈക്കിൽ എനിക്ക് ആദ്യം ഒരു യമഹ RS100 ഉണ്ടായിരുന്നു, ഞാൻ രാജസ്ഥാനിൽ കൊണ്ടുവന്നത്. അതിൽ ഞാനും എൻ്റെ ഇളയ മോളോട് യാത്ര ചെയ്തൊരു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഏനാത്ത് വയല ചർച്ചപുഴ സഭയിൽ ശുശ്രൂഷനായിരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പത്തനാപുരം പുതവലിൽ വെച്ചിട്ട് ഒരു ട്രക്ക് വന്നിട്ട് അവർ ഹെഡ്ലൈറ്റ് മുഖത്തോട്ട് അഴിച്ചിട്ട് കണ്ണ് കാണാൻ വയ്യാതെ ഒരു വലിയ കട്ടറിനകത്ത് വണ്ടി വീണിട്ട് ഞങ്ങൾ തെറിച്ച് കാട്ടിനകത്തേക്ക് വണ്ടി എന്ന് മറിയുണ്ടായി. പക്ഷേ അവൾ വീഴുമെന്ന് ഞാൻ അവളിനെ ചുറ്റിപ്പിടിച്ചിട്ട് അവൾ തലയിൽ വീണില്ല. ഞങ്ങൾ രണ്ടും കൂടെ ചെന്ന് ഈ ഒരു സൈസ് ഈ വിഷപ്പുല്ലുള്ള അതിനകത്ത് അതിൻ്റെ മുള്ളാമത്തും അതേപോലെ വരഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു 4-5 കുത്തിക്കെട്ടൊക്കെ ഉണ്ടായി. എൻ്റെ തൊട്ട് പിന്നാലെ മറ്റൊരു കർത്താവദാസൻ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം കണ്ടിട്ട് പെട്ടെന്ന് അവിടുന്ന്, ഞാൻ തന്നെ വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കൈയുടെ ബ്ലഡ് ഒഴുകുക. പെട്ടെന്ന് പത്തനംതിട്ട ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കുത്തിക്കെട്ടൊക്കെ ഇട്ട് കൊച്ചിനെ ദേഹം മൊത്തം വരഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു അപകടം ഉണ്ടായി. പക്ഷേ ദൈവം അതിൽ നിന്ന് വിളിച്ചു. പിന്നീട് ഞങ്ങൾ ഇതുപോലെ ഒരു ശനിയാഴ്ച മധ്യസ്ഥം പ്രാർത്ഥന കഴിഞ്ഞ് സഭയിൽ നിന്ന് മടങ്ങി ഏനാത്ത് വരുമ്പോൾ ഏനാത്ത് ഇങ്ങനെ ഏഴമല റൂട്ടിൽ സഞ്ചരിച്ച് ഏനാത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ആശുപത്രിയുണ്ട്, പ്രാവൻകൂടി ജംഗ്ഷൻ എന്നവിടെ പറയും. അവിടെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു വാഗണർ വണ്ടി ഒരു ഓട്ടോറിക്ഷ ഇടിച്ചു. അപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞു, അത് അന്നേരം എൻ്റെ ഇളയ മോളാണ്. ഞാൻ അവളോട് റെഡി അവിടെ ഒരു വണ്ടി ആശുണ്ടായി, നമ്മൾ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ഇടി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി ചെല്ലുക. അപ്പം ഞാൻ കഴിവുന്ന വണ്ടി ഒതുക്കി റോഡിൽ നിന്ന് സൈഡ് ചേർന്ന് വരിക. അപ്പോൾ ഈ വാഗണർ വണ്ടി എൻ്റെ നേരെ വരിക, ആ ഓട്ടോറിക്ഷ ഇടിച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ നേരെ വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങി സൈഡിലോട്ട് ഇറങ്ങി. ആ വണ്ടി ഒഴിയുന്നില്ല, വീണ്ടും എൻ്റെ നേരെ തന്നെ വരിക. പിന്നെ എനിക്ക് ഒഴിയാൻ സ്ഥലമില്ല, ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഓടയാണ്, പിന്നെ ഒഴിയാൻ വഴിയില്ല. ഇപ്പോഴത്തേന് വണ്ടി വരികയും അത് ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ വലത്ത് സൈഡിൽ കാലിനോട് ചേർത്ത് വെച്ചിട്ട് ഈ കാർ ഒറ്റ ഇടിയായി. എനിക്കറിയാം എൻ്റെ കാലൊന്നും തകരാതിരുന്നത് എങ്ങനെയാണെന്ന്. കാരണം ആ ഭാഗത്താണ്
ഇടിച്ചത്. ഇടിക്കുന്ന ഒറ്റ ഇടിയിൽ ഞാൻ ഈ ഫുട്ബോൾ തെറിക്കുന്ന പോലെ അന്തരീക്ഷത്തിലേക്ക് കറങ്ങുന്നത് മാത്രമേ കണ്ടു. പട്ടൂന്ന് പറഞ്ഞ് ഞാൻ നിലത്ത് വീഴുകയായിരുന്നു. ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ മോളെ കാണാനില്ല. ഞാൻ വിചാരിച്ചു അപ്പൊ ഈ വാഹനം നിർത്തുന്നുമില്ല. വാഹനം ഇടിച്ചെന്നെ മറിച്ച് കളഞ്ഞിട്ട് എന്നെ പിള്ളേർ കൊച്ചിനെ മറിച്ച് കളഞ്ഞിട്ട് നേരെ വിട്ടു പോകും. ഞാൻ വെച്ച് വണ്ടിയുടെ കീഴിൽ അങ്ങനെ കൊച്ചു കുരിയും. ഞാൻ അവിടെ നിന്ന് ഞെമ്മേന്ന് വിളിച്ചു. അവൾ വിളി കേട്ടു. എനിക്ക് മനസ്സിലായി ജീവനുണ്ട്, അവൾ എവിടെയോ ഉണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നാട്ടുകാർ ഭയങ്കര ശബ്ദമായിരുന്നു. പെട്ടെന്ന് നാട്ടുകാർ ഓടിക്കൂടി വന്നപ്പോൾ ഓടയിൽ നിന്നും അവളെ അവരെല്ലാവരും ഇങ്ങനെ വലിച്ചു എടുക്കുന്നതാണ് കാണുന്നത്. അവളിങ്ങനെ ഓടയ്ക്കകത്ത് ഇങ്ങനെ റൗണ്ട് മടങ്ങി അതിനകത്ത് വീണു. ആ ഓടയ്ക്കുന്ന ആൾ വലിച്ചെടുക്കുക. എൻ്റെ മുട്ടയിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു, അവളുടെ കാലിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു. ആകപ്പാടെ അന്തരീക്ഷം വല്ലാതെയായി. നോക്കിയപ്പോൾ അവളുടെ കാലിൻ്റെ ഈ ഭാഗമൊക്കെ ഈ അവളുടെ ഡ്രസ്സൊക്കെ കീറി. ഈ ഭാഗത്ത് അസ്ഥി നമുക്ക് വെളിയിൽ കാണാം. മൊത്തത്തിലങ്ങ് ചതഞ്ഞ് വാരി മാംസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പെട്ടെന്ന് അവളെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് ആൾക്കാരൊക്കെ കൂടി. ആ ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് പെട്ടെന്ന് അതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് ആ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ തന്നെ ഒരു ബന്ധു പയ്യനായിരുന്നു, ഞാൻ അറിയത്തില്ല. അതിൻ്റെ ബൈക്കിനകത്ത് നോക്കിയപ്പോൾ അവിടെ ബൈബിളുണ്ട്. കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏതോ പാസ്റ്ററാണെന്ന് തോന്നുന്നത്. IPC സഭയിലെ പാസ്റ്റർ അറിഞ്ഞപ്പെട്ടെന്ന് അദ്ദേഹം തൻ്റെ കാറെടുത്തുകൊണ്ട് വന്നു. ആ തൊട്ടടുത്ത ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞു, കൊച്ചിൻ്റെ കാല് നോക്കിയപ്പോൾ പറഞ്ഞു ബ്ലഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നരമ്പ് മുറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് നടുവ് കൊണ്ടുവന്നു. അങ്ങനെ ആ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കാറ് കൊണ്ടുവന്ന് ഞങ്ങളെ അവിടെ നിന്ന് അടിയിലോട്ട് കൊണ്ടുപോകും. വടക്കടത്ത് കാവിൽ ചെന്നപ്പോൾ നിർത്തിയിട്ട് ഒരു തടി ലോറിയുടെ പുറയിലൊരു ഇന്നോവ വന്ന് ഇടിച്ച് കയറി. അത് സീരിയസ് ആയിട്ട് കുറേ ആൾക്കാർ, ഒരാൾ മരിക്കുകയും ചെയ്തു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവരെ കൊണ്ടുപോകുന്നു. അപ്പം ഞങ്ങളെക്കാൾ സീരിയസ് അതായിരുന്നു. പിന്നെ ഞങ്ങളെ അങ്ങോട്ടങ്ങ് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ പറയായിട്ട് ആയി. പിന്നെ എന്തായാലും ഡോക്ടർമാർ വന്നു. ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ ഒരു കട്ടന് മറയിൽ കൊച്ചിയോട് നിലവിളിക്കുക. ഒരു കുത്തിക്കെട്ടാവുന്ന തന്നെ പരമാവധി അവർ കുത്തിക്കെട്ടി. ബാക്കി കുത്തിക്കെട്ടാൻ പറ്റത്തില്ല, വല്ലാതായിട്ട്. അതവിടെ വാരി ഇങ്ങനെ ഒപ്പിവെച്ച് കെട്ടിവിടുക. ഈ കുത്തിക്കെട്ടുന്ന അവിടെ വേദന എടുക്കാതിരിക്കാൻ വേണ്ടി മുറിവിനകത്തേക്ക് അവർ ഈ മരവിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കുക. സ്തോത്രം. അതിന് അവർ കിടന്ന് കരയുക. പിന്നെ എൻ്റെ കാലിലും വന്നിട്ട് ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് എൻ്റെ കാലിൽ 5 കുത്തിക്കെട്ട് മാത്രമേ മുട്ടിനുണ്ടായിരുന്നു. പിന്നെ ഇതേ മൊത്തം ഒന്ന് ഈ നിലത്തടിച്ച് വീണ് ആ ഒരു ഇതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. നമുക്കുള്ള കാലിന് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് താഴെ കുഞ്ഞമ്മകളിന് ഒരു പൊട്ടലൊക്കെ ഉണ്ടായി. പിന്നെ അവള് ഒരു 4-5 മാസം പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 12 ദിവസം അടുത്ത് ഗവൺമെൻറ് ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ അത് കേസായി. പിന്നെ അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ ഞങ്ങൾക്ക് കിട്ടി, ദൈവത്തിന് സ്തോത്രം. എങ്കിലും കർത്താവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, അനുഭവസ്ഥർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. ആ കുഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് വീണ വഴിക്ക് അവളെ നടുവൊടിഞ്ഞ് എന്നേക്കുമായിട്ട് അവൾ തളർന്നു പോവുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിലൊന്നും ഉണ്ടാകാതെ ഇന്ന് അവൾ ആരോഗ്യത്തോടെ നടക്കുന്നു, പോകുന്നു, വരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കാലിൻ്റെ ഭാഗമൊക്കെ ഇപ്പോഴും അവിടെ വെച്ച് ഇങ്ങനെ വാരിപ്പൊതിഞ്ഞ് വെച്ചിരിക്കാനായിട്ട് ഒരു വല്ലാത്തൊരു അനുഭവത്തിലാണ് അപ്പോൾ അവിടെ ഇരിക്കുന്നത്. സ്തോത്രം. എങ്കിലും ദൈവം നടത്തി, ദൈവം അവിടുന്ന് സൂക്ഷിച്ചു. എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യും. സ്തോത്രം. അങ്ങനെ ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ എന്നെ കാണാനും കുഞ്ഞിനെ കാണാനുമായിട്ട് എവിടെയൊക്കെയും ആൾക്കാർ വരുന്നു. അവസരം ആശുപത്രിയിലുള്ള നേഴ്സുമാരും അവിടെ കൂടെ കിടക്കുന്നവരും എന്നോടൊക്കെ നിങ്ങൾ ആരാണ്? ഞാൻ പറയും എന്ത് പറ്റി? ഞങ്ങളിവിടെ ഇത്രയും ദിവസം കണ്ട് ഞങ്ങളെ കാണാൻ ഇങ്ങനെ ആൾ വരുന്നു, നിങ്ങളെ കാണാൻ ഇവിടെ നിന്നൊക്കെയോ ആൾ വരുന്നു, ആരൊക്കെയോ വരുന്നു, നിങ്ങൾ ആരും? ഞാൻ പറഞ്ഞു ഞാൻ ആരുമില്ല, ഞാനൊരു സഭാ പാസ്റ്റർ മാത്രമേ ഉള്ളൂ. അന്ന് ഒരിക്കൽ സഭാ ശുശ്രൂഷയുള്ളൂ, അത്രയേ ഉള്ളൂ. എൻ്റെ സ്നേഹിതന്മാർ ദാസന്മാരൊക്കെയാണ്. അന്ന് ഞാൻ അസംബന്ധിയ മണക്കാലെ ബൈബിൾ കോളേജിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ എൻ്റെ കൂടെ സഹപാഠികളായിട്ടുള്ളവരും എൻ്റെ അധ്യാപകർ, പാസ്റ്റേഴ്സ് എന്നിവ വേണ്ട ഒത്തിരി പേര് നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വരികയും ആ കിടപ്പിൽ അവിടെ കിടന്നുകൊണ്ട് എനിക്ക് ആ വാർഡിൽ എൻ്റെ യേശുവിനെ ഉയർത്താനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. ദൈവം ഒന്നും തിന്മയ്ക്കായി ചെയ്യുന്നില്ല, നന്മയ്ക്കായി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. എന്നതുപോലെ കർത്താവദാസനെയും കുടുംബത്തെയും പ്രിയ മേരിയമ്മാമയെ അവർ സഞ്ചരിച്ച വാഹനം ഉണ്ടായ അപകടം ശക്തമായ ഒരു അപകടമായിരുന്നു എന്ന് കേൾക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഭീകരതത്വം മനസ്സിലാക്കാനിടയായി.
ദൈവം വിടുവിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് മധ്യസ്ഥരാണ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കെതിരെ ദേശാന്തര ശക്തി അടങ്ങിയിരിക്കത്തില്ല. അതെന്തെങ്കിലുമൊക്കെ ഒരു പഴുത് കിട്ടി അതിനകത്തുകൂടെ പെട്ടെന്ന് കയറി വ്യാപരിച്ചിട്ട് അവരെ തകർത്ത് കളയാൻ നോക്കും. അങ്ങനെയുള്ള ചില വൈശാരിക ഇടപെടലുകളാകാം. നമ്മുടെ ഡ്രൈവിങ്ങിൽ വന്ന എന്തെങ്കിലും ശബ്ദക്കുറവോ പാകപ്പിഴകളാകാം. എന്നിരുന്നാലും കർത്താവ് അതിന്റെ നടുവിൽ ഇറങ്ങി പ്രവർത്തിച്ചു. ദൈവത്തിന്റെ വിടുതലിന്റെ കാര്യം താങ്ങിയതുകൊണ്ട് ദൈവം വലിയവനെന്ന് ഒന്നുകൂടെ രുചിച്ചറിയാനും ദേശത്തിന്റെ നടുവിൽ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ തിരിച്ചറിയാനും ദൈവത്തിന് സ്തോത്രം. ആ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ മറന്നുപോകാതെ നമ്മൾ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും കടമപ്പെട്ടവരാണ്. സമയം പോകുന്നെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാൻ വേഗത്തിൽ ദൈവവചനത്തിലേക്ക്. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ ചെറിയതായാലും വലിയതായാലും അതിന് നാം സ്തോത്രം പറയുന്നവരായിരിക്കും. എന്റെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, മൂത്ത മകളുടെ തലയിൽ തേങ്ങ വീണ സംഭവം. അപ്പൊ അതിനു മുമ്പ് ഞങ്ങളുടെ മുറ്റത്ത് ഒരു തെങ്ങുണ്ട്. അതിന്റെ ചുവട്ടിൽ ഞാനിങ്ങനെ പോയി നടന്നു വരുമ്പോൾ ഞാൻ ഒരു സ്തോത്രം ഞങ്ങളുടെ വീട്ടുകാരെത്തി ഞങ്ങളുടെ പറഞ്ഞു തോന്നുന്നു. വീട്ടുകാരി എന്താ വെച്ചാൽ മുറ്റത്തിറങ്ങി ഒരു വല്ലാത്ത സ്തോത്രം. ഞങ്ങൾ ദൈവം ചെയ്ത ഉപകാരത്തെ ഓർത്ത് സ്തോത്രം. ദൈവം എന്ത് ഉപകാരം ചെയ്തു? ഞാൻ പറഞ്ഞ എൻ്റെ തലയിൽ ഒരു തെങ്ങിന്റെ പൂ വീണു, അതിനെ സ്തോത്രം പറയും. അതിനെന്തോ അത്ര സ്തോത്രം പറയാം. ഞാൻ പറഞ്ഞി അതിനകത്ത് വീട് വലിയൊരു വെള്ളയ്ക്ക് എൻ്റെ തലയിൽ വീണായിരുന്നു. എന്ത് ചെയ്തത്? ഒരു തേങ്ങ എൻ്റെ തലയിൽ വീണായിരുന്നു. എന്ത് ചെയ്തതിന്? ആ തേങ്ങയും വെള്ളക്കയും ദൈവം മാറ്റി ഒരു പൂവാക്കി എൻ്റെ തലയിലിട്ടതിന് ദൈവത്തിന് സ്തോത്രം കൊടുക്കണ്ടേ? അവിടെ ചിരിച്ച് പരിഹസിച്ചാൽ കളഞ്ഞു. എൻ്റെ പിറ്റേ മാസമാണ് കൊച്ചിൻ്റെ തലയിൽ തേങ്ങ വീഴും. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ സ്റ്റാർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ തെങ്ങിപ്പുണ്ട്. അതിനകത്ത് ഒരു തേങ്ങ അവിടെ തലയിൽ വീഴും. അങ്ങനെ ഞാൻ വീട്ടിൽ വേറെ ആവശ്യത്തിന് അങ്ങോട്ട് പോകുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. പെട്ടെന്ന് ഓടി വരും. ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ഇവിടെ നിൽക്കുന്നു. അവൾ കിളികളെ പറയ്ക്കാൻ പറയും, ചാടാൻ പറയും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പറഞ്ഞു, ഇപ്പൊ നിനക്ക് തോത്രം പറയാൻ അറിയാം. ഞാൻ പൂ വീണപ്പോൾ നിനക്ക് തോത്രം പറയും പരിഹാസമായിരുന്നു. കൊച്ചിൻ്റെ തലയിൽ തേങ്ങ വീണപ്പോൾ നിനക്ക് തോത്രം പറയാൻ അറിയാം. അതിൻ്റെ പിറ്റേ ആഴ്ചകളാണ് ഇവിടെ ചെങ്ങമ്മനോട് ചേർത്തടി ഞങ്ങളുടെ തന്നെ ബ്രാഞ്ച് സഭയിലുള്ള ഒരു അമ്മാമ്മ വേറെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നതാണ്. അവർ വീടിൻ്റെ മുറ്റത്ത് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ വെള്ളയ്ക്ക് അവിടെ തലയിൽ വീഴും. അത് പെട്ടെന്ന് ആശുപത്രിയിൽ പോയി തിരിച്ചവർ ബോഡിയാണ് കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം നമ്മെ വിടുവിക്കുന്ന വിധങ്ങൾ ചെറുതായാലും വലുതായാലും അതിൻ്റെ ആ വലിയവത്വം ഗൗരവം മനസ്സിലാക്കി നമ്മൾ സ്തോത്രം പറയാനും സ്തുതിപ്പാനും പിന്നെയും ഭയത്തോടെ ദൈവത്തെ സേവിപ്പാനും ഒക്കെ കടമപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അത് ആ ഭാഗം അങ്ങനെ വിട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി വന്ദനം അറിയിച്ചുകൊണ്ട് ഒരു വേദവാക്യം വായിച്ച് വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദൈവസ്ഥലത്ത് താണിരിക്കാൻ ആഗ്രഹിക്കുന്നു. വായിക്കാൻ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 23:11 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. മതി, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വചനത്തെ ഓർത്ത് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന കേട്ടേൽപ്പിച്ചാൽ. ഓ ഹല്ലേലൂയ. ഈ വചനം ഇന്ന് രാത്രി എന്നോട് ക്രിയ ചെയ്യണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. തിരുവെഴുത്ത് പറയുന്ന എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ മടങ്ങി വരുന്നില്ല, അതിന്റെ ക്രിയ ചെയ്തേ മടങ്ങി വരും. എങ്കിൽ ഇന്ന് രാത്രി പുറപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന് നടുവിൽ ക്രിയ ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ചാണ്. സഖിയായി ആരുമില്ലേ പരനേ നീയൊഴിഞ്ഞീഹത്തിൽ, ഇത്ര നൽ സഖിയായി ആരുമില്ലേ പരനേ നീയൊഴിഞ്ഞീഹത്തിൽ, ആരിലുമധികം എന്നെ അറിയുന്ന വേറൊരു തുണയാരുള്ളൂ.
എന്റെ അറിയുന്ന വേറൊരു തുണയാരുള്ളൂ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിഞ്ഞു നീ പോകുന്നില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിഞ്ഞു നീ പോകുന്നില്ല. പെറ്റ തള്ളയിലും അധികം അനുദിനം പാലിക്കും കൃപയതു നിനച്ചാൽ ധരയിലെ ജീവിതം എനിക്കാനന്ദം. അനുദിനം പാലിക്കും കൃപയതു നിനച്ചാൽ ധരയിലെ ജീവിതം എനിക്കാനന്ദം. ഇത്ര നൽ സാഖിയായി ആരുമില്ലേ പരനേ നീയൊഴിഞ്ഞീകത്തിൽ. ഇത്ര നൽ സാഖിയായി ആരുമില്ലേ പരനേ നീയൊഴിഞ്ഞീകത്തിൽ. ആരിലുമധികം എന്റെ അറിയുന്ന വേറൊരു തുണയാരുള്ളൂ. ആരിലുമധികം എന്റെ അറിയുന്ന വേറൊരു തുണയാരുള്ളൂ. മരിച്ചു മണ്ണിലുറങ്ങിടും നിൻ വിശുദ്ധ സഹസ്രങ്ങളുമായി. മരിച്ചു മണ്ണിലുറങ്ങിടും നിൻ വിശുദ്ധ സഹസ്രങ്ങളുമായി. ഒരു നാളിൽ ഞാൻ നിന്നിടുമ്പോ പ്രതിഫലം നീ തരും അതു നിനച്ചാലി ധരയിലെ ജീവിതം എനിക്കു ലാഭം. പ്രതിഫലം നീ തരും അതു നിനച്ചാലി ധരയിലെ ജീവിതം എനിക്കു ലാഭം. ഇത്ര നൽ സാഖിയായി ആരുമില്ലേ പരനേ നീയൊഴിഞ്ഞീകത്തിൽ. ഇത്ര നൽ സാഖിയായി ആരുമില്ലേ പരനേ നീയൊഴിഞ്ഞീകത്തിൽ. ആരിലുമധികം എന്റെ അറിയുന്ന വേറൊരു തുണയാരുള്ളൂ. ആരിലും അധികം എന്നെ അറിയുന്ന വേറൊരു തുണയാരുള്ളൂ. ആരിലും അധികം എന്നെ അറിയുന്ന വേറൊരു തുണയാരുള്ളൂ. ആരിലും അധികമായി നമ്മെ അറിയുന്നൊരു ദൈവം, ഒരു നല്ല ആത്മസഖി, ഒരു ആത്മസന്തത സഹചാരി ഇന്ന് രാത്രി നമ്മുടെ ആവശ്യം അറിയുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മളെ അറിയുന്ന ദൈവം, ഓ നമ്മുടെ അനർത്ഥങ്ങൾ നമ്മളെ വിടുവിക്കുന്ന ദൈവം, നമ്മുടെ പ്രതിസന്ധി നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിന് നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവം വേറെ ആരും അറിയുന്നതിനേക്കാൾ ഉപരിയായി, നമ്മുടെ മാതാപിതാക്കൾ അറിയുന്നതിനേക്കാൾ ഉപരിയായി, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ അറിയുന്നതിനേക്കാൾ ഉപരിയായി, നമ്മുടെ സ്നേഹിതർ നമ്മളെ അറിയുന്നതിനേക്കാൾ ഉപരിയായി, നമ്മുടെ സന്തത സഹചാരികൾ നമ്മളെ അറിയുന്നതിനേക്കാൾ ഉപരിയായി, നമ്മുടെ ഭാര്യ നമ്മളെ അറിയുന്നതിനേക്കാൾ ഉപരിയായി, ഭർത്താവ് നമ്മളെ അറിയുന്നതിനേക്കാൾ ഉപരിയായി, മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും അറിയുന്നതിനേക്കാൾ ഉപരിയായി നമ്മളെ അറിയുന്ന ഒരു
ദൈവം നമ്മളെ അറിഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഊശ്വര മരുഭൂമിയിൽ തകർന്നു പോകാതെ നിലനിൽക്കുന്നു. ആ ദൈവം നമ്മളെ അറിഞ്ഞതുകൊണ്ട് വൻതുമ്പതേരെങ്കിലും ഹല്ലേലൂയയുടെ നടുവിൽ നമ്മെ വിടുവിച്ചത്. തെറ്റതല്ലെങ്കിലും അധികമായി നമ്മെ സ്നേഹിച്ച ദൈവം, നമ്മെ കരുതിയ ദൈവം ഇന്ന് രാത്രി നമ്മെ കരുതാൻ ശക്തനാണ്. ആ ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചാൽ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും. ഈ ഐക്യ കൂട്ടായ്മ മാനിച്ചിടത്തോളം അവിടുന്ന് ദൈവം നടത്തുന്നല്ലോ. തന്റെ ദാസനെ കുടുംബത്തെ ഓർക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ആപത്തിൽ നിന്ന് അനർത്ഥം ഞങ്ങൾക്ക് വ്യസന കാരണമായി തീരാതിരിക്കേണ്ടതിന് ദൈവമേ എന്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതോ അനർത്ഥം അവർക്ക് വ്യസന കാരണമായി തീരാൻ സമ്മതിക്കാൻ ദൈവം അവരെ അറിഞ്ഞവരെ വിടുവിച്ചല്ലോ. ദൈവം അറിഞ്ഞവർക്ക് തുണയായി നിന്നല്ലോ. ദൈവം നല്ല അങ്ങ് സഖിയായി കൂടെ ഇരുന്ന് ഉള്ളക്കരകളിലേക്ക് വഹിച്ചല്ലോ. യാക്കോബിനോട് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട യാക്കോബെ പ്രവിച്ചു നോക്കേണ്ട, ഞാൻ എന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ ബലമുള്ള മുഴുവൻ ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരം അവിടെ എല്ലാവരും ഓർക്കുന്നവരെ എന്നെ താഴ്ത്തുന്നു. കർത്താവേ, വചനം ഞങ്ങൾക്ക് ഇത് രാത്രി വിഭാഗിച്ചു തരണമേ. ആവശ്യമുള്ള ദൈവാലോചന നിരത്തോട് തെരുമാറാകണം. എല്ലാ നല്ല നന്മകളും നിറയ്ക്കും. അടിയനോട് കൂടെ ഇരിക്കും, മധുരത്തോടു കൂടെ ഇരിക്കും. ജനത്തെ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് മുതലേത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ദൈവസ്നേഹത്തിനായി സ്തോത്രമാനബോധം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വേഗത്തിലുള്ള വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ധൈര്യമായിരിക്കാൻ നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. മതി. ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. അപ്പോസ്തല പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്നുകൂടെ ഈ പുസ്തകത്തിന്റെ പേരുണ്ട്. അപ്പോസ്തലന്മാരെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യിച്ച പ്രവർത്തികൾ, അതിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്നുകൂടെ ഈ പുസ്തകത്തിന്റെ പേരറിയപ്പെടുന്നു. വൈദ്യനായിരുന്ന ലൂക്കോസ് എഴുതിയതായ ഒരു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തികളുടെ പുസ്തകം എന്നത് വൈദ്യനായ ലൂക്കോസ് തയോഫിലോസെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എഴുതി കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം ആണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇതിനകത്ത് അപ്പോസ്തലന്മാരെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യിച്ച പ്രവർത്തികൾ അതാണ് ഇതിനകത്തുടനീളം കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതിൽ നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചുള്ള ഒരു വാക്യമാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവനയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അപ്പോൾ തന്നെ പൗലോസിനോടുള്ള ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം കൂടെയാണ് ഈ വാക്യം എന്ന് പറയുന്നത്. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് എതിരെ ഉയർന്നു വരുന്ന ശക്തികൾ. സ്തോത്രം. ഇതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ശക്തികൾ. സ്തോത്രം. വാഗ്ദത്തം നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്കെതിരെ ചില ശക്തികൾ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, എഴുന്നേൽക്കും. സ്തോത്രം. വാഗ്ദത്തമുള്ളവർക്ക് പ്രതിസന്ധിയുണ്ട്, പ്രതികൂലമുണ്ട്, കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, കണ്ണുനീരുണ്ട്, നെടുവീർപ്പുണ്ട്, മരണമുണ്ട്, പലവിധമായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ തിരുവെടുത്ത് പറയുകയാണ്, നീ തകർന്നു പോകരുത്, തളർന്നു പോകരുത്, ധൈര്യമായിട്ടിരിക്കുക. അപ്പോ വാഗ്ദത്തമുള്ളവരുടെ പ്രതികൂലമുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്, അവർക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷമായ അനുഭവങ്ങളുണ്ട്, അവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളുണ്ട്, അവരിൽ ദൈവത്തിന്റെ സന്ദർശനമുണ്ടാകും. കാരണമെന്ത്? അവരുടെ മേൽ വീടിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം വരെ ഇവന് ദോഷമൊന്നും സംഭവിക്കാതെ അവരെ സംരക്ഷിക്കണമെന്നുള്ള ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് തളരരുത്, തളരരുത്, ഉറച്ചു നില്ല്, ധൈര്യമായി നിൽക്കുക എന്ന് വചനം പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ നടുവിൽ പൗലോസിന് നേരെ നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ നടുവിൽ
ഉയരത്തിലെ ദൈവം ക്രിസ്തുയേശുവിൽ കൂടെ പൗലോസിന് കൊടുക്കുന്ന ഒരു ആത്മധൈര്യം പകർന്നു കൊടുക്കുന്ന ഒരു വലിയൊരു പ്രസ്താവനയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇത് രാത്രി വായിച്ചത്. അതിനകത്ത് കാണുന്നത് രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. അപ്പൊ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ഏത് രാത്രിയിൽ? ഹല്ലേലൂയ. പൗലോസിനെ റോമിലേക്ക് വിചാരണ ചെയ്യുവാൻ കൊണ്ടുപോകുന്ന രാത്രിയിൽ, ഹല്ലേലൂയ, യഹൂദ മത ആചാര്യന്മാർ, യഹൂദ മതത്തിന്റെ പണ്ഡിതന്മാർ, യഹൂദ മതത്തിന്റെ മതകോടതി പൗലോസിനെ തകർക്കാൻ എഴുന്നേറ്റ് വരികയാണ്. പൗലോസിനെ ഇല്ലാതാക്കി കളയാൻ എഴുന്നേറ്റ് വരികയാണ്. അവരോടിട്ട് അവനെ അടിക്കുക, കൊല്ലുക, ഉപദ്രവിക്കുക, ഇല്ലായ്മ ചെയ്യുക. ഹല്ലേലൂയ. അപ്പോഴാണ് ഒരു അറിവ് അവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഹല്ലേലൂയ. മതകോടതിയോട് പറയുക, ഈ പൗലോസ് നമ്മൾ വിചാരിക്കും പോലെയുള്ള ഒരാളല്ല, ഇദ്ദേഹത്തിന് റോമൻ പൗരത്വമുണ്ട്. ഈ അറിവ് അവരുടെ കാതിൽ എത്തുമ്പോൾ അവർ സ്തബ്ധരായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് അവർ പറയുന്നത്, ഇവന് റോമൻ പൗരത്വം ഉണ്ടെങ്കിൽ നാം അവനെ ഒന്നും ചെയ്യരുത്. ഹല്ലേലൂയ. നമുക്ക് അവനെ റോമിൽ കൊണ്ടുപോയി വിചാരണ നടത്താം. ഹല്ലേലൂയ. റോമൻ ചക്രവർത്തിയായിരുന്ന ഫെലിക്സിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നമുക്ക് വിചാരണ ചെയ്തിട്ട് അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവനെ റോമിലേക്ക് കൊണ്ടുപോകുന്ന ആ രാത്രിയിൽ, ഹല്ലേലൂയ, റോമിലേക്ക് കൊണ്ടുപോകുന്ന ആ രാത്രിയിൽ ദൈവം ഇടപെടുകയാണ്. ദൈവം പൗലോസിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് പൗലോസിനോട് പറയുകയാണ്, നീ ധൈര്യമായിരിക്ക. ഹല്ലേലൂയ. പൗലോസിന് വലിയ ആഗ്രഹമായി റോമിലൊക്കെ പോകണമെന്നുള്ളത്. സ്തോത്രം. പക്ഷേ പോകാൻ പറ്റാതെ പല തടസ്സങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. 19 അധ്യായം അതിന്റെ 21 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് റോമിൽ വരണം എന്നൊരാഗ്രഹമുണ്ട് എന്നുള്ളത്. റോമാലേഖനം 1 അധ്യായത്തിന്റെ 9 വാക്യം വായിക്കുമ്പോൾ എഴുതെങ്കിലും വായിച്ചു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. റോമയിൽ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ കാണാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, പോകാൻ പറ്റില്ല. താൻ ആഗ്രഹമാണ്, മനസ്സിലാഗ്രഹം റോമിലൊന്ന് പോകണം. റോമിലുള്ള ദൈവജനത്തോട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കണം. അവർക്ക് ലേഖനങ്ങൾ കൈമാറണം. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അവരെ വീണുപോകാതെ അവരെ നിലനിർത്താൻ ആവശ്യമുള്ളതെല്ലാം അവർക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. റോമിൽ പോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. ഹല്ലേലൂയ. റോമാലേഖനം 1 അധ്യായത്തിന്റെ 9 വാക്യം വായിച്ചേ. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴും എങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ച് സുവിശേഷം. ആ വാക്യത്തിൽ റോമിലുള്ളവരോട് പറയാൻ, ഞാൻ അവിടെ വരാൻ ആഗ്രഹിക്കുന്നു. അവിടെ എത്തേണ്ടുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പൊ തന്റെ ഒത്തിരി ആഗ്രഹമായിരുന്നു റോമിൽ പോകണമെന്നുള്ളത്. സ്തോത്രം. പക്ഷെ റോമിൽ അതുവരെ താൻ പോയിട്ടില്ല. റോമിൽ സഭ സ്ഥാപിച്ചതൊന്നും പൗലോസുമല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവരുടെ സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആ റോമിൽ വിശ്വാസികൾ ക്രിസ്തു വിശ്വാസം ഉറപ്പിച്ച് നിർത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. താൻ അവിടെ പോകണം ഒത്തിരി ആഗ്രഹിച്ചു. പോകാൻ പറ്റുന്നില്ല. നല്ലൊരു അന്ത്യോക്യ മുതൽ അന്ത്യോക്യ വരെ തന്റെ പ്രേക്ഷിത യാത്ര 3 പ്രാവശ്യം നടത്തി. യൂറോപ്യൻ കൺട്രികളിലൊക്കെ താൻ ഒത്തിരി പോയി.
അങ്ങനെ ഒരുപാട് മേഖലകളിൽ താൻ യാത്ര ചെയ്തു. ആഗോള വ്യാപകമായി യാത്ര ചെയ്തെങ്കിൽ റോമിൽ തനിക്ക് ഒരു പ്രാവശ്യം പോലും പോകാൻ കഴിഞ്ഞില്ല. തന്റെ വളരെ ആഗ്രഹമായിരുന്നു പോകണമെന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്തു, നീ എന്നെ യേശു കർത്താവ് നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ പ്രസംഗിച്ചതുപോലെ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ കുറിച്ച് സാക്ഷീകരിക്കണം. അങ്ങനെ അതിനൊരു മുഖാന്തരമായിരുന്നു ഈ റോമിലേക്കുള്ള യാത്ര. അപ്പൊ ഇത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കൂടെ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഈ മനുഷ്യർ റോമിൽ എത്തരുതെന്ന് ചില ശക്തികൾ ആഗ്രഹിച്ചു. ആ ശക്തികൾ ഈ പൗലോസിന് നേരെ എഴുന്നേറ്റ് വരികയാണ്. അതാ ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന ശക്തികൾ, 3 ശക്തികൾ ഈ പൗലോസിന് നേരെ എഴുന്നേറ്റ് വന്നു. നിന്നെ റോമിൽ കൊണ്ടുപോകത്തില്ല, നിന്റെ പേരുടെ വാഗ്ദത്തം സഫലമാകാൻ സമ്മതിക്കത്തില്ല, നിന്റെ ദർശനത്തെ സാക്ഷാത്കരിക്കാൻ സമ്മതിക്കത്തില്ല, നിന്റെ വെളിപ്പാട് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാഗ്ദത്തമുള്ള പൗലോസിന് നേരെ 3 ശക്തികൾ എഴുന്നേറ്റ് വരുന്നു. അപ്പോഴാണ് ദൈവം ഇടപെട്ടിട്ട് പറയുകയാണ്, ക്രിസ്തു യേശുവിൽ കൂടെ ഇടപെട്ടിട്ട് പറയുകയാണ്, ധൈര്യമായിട്ടിരിക്ക്, എന്നെ കുറിച്ച് നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ തന്നെ നീ റോമിലും സാക്ഷീകരിക്കണം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഇങ്ങനെ നോക്കി, ധൈര്യമായിരിക്കാതെ എന്തുവാ ഈ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞതെന്ന് ഞാൻ തന്നെ പിന്നെ ഇങ്ങനെ മറിച്ചു തിരിച്ചുമൊക്കെ വായിക്കുകയാണ്. രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ നിന്നു എന്നിട്ട് പറയാൻ ധൈര്യമായി. ഞാനിങ്ങനെ പിന്നെ വായിച്ചു. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചപ്പോൾ 3 അതിപ്രധാനമായ കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുകൂടെ ധൈര്യമായിരിക്ക എന്ന് പറയുന്നതിനകത്ത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. മനസ്സിലെത്തി പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അറിയാമോ, വ്യാഖ്യാനിപ്പിച്ചു തരും. ഒന്ന്, അവൻ കൂടുതൽ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുക. അതാണ് നീ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ 1ാമത്തെ സാരം. കൂടുതൽ ശുശ്രൂഷകൾക്കായി നീ ബലപ്പെട്ടിരിക്കുക. നീ ബലപ്പെടുക, അതിനായി നീ ധൈര്യമായിട്ടിരിക്കുക. എന്റെ സഹായം നിന്റെ കൂടെയുണ്ട്, എന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. നിനക്ക് ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, നിനക്കിനിയും ശുശ്രൂഷ മുൻപിലുണ്ട്. അതിഭയങ്കരമായ ശുശ്രൂഷകൾ, അതിശയകരമായ ശുശ്രൂഷകൾ, മറ്റുള്ളവരെ ആശ്ചര്യപൂർവ്വം നോക്കി നിൽക്കുന്ന, വിസ്മയത്തോടെ നോക്കി നിൽക്കുന്ന നിരവധി ശുശ്രൂഷകൾ നിനക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിന്നെ സഹായിക്കും. ഒരു വാഹന അപകടത്തിൽ നിന്ന് തീരുന്നല്ല ദിവസം. സ്തോത്രം. വാഹനം തകർന്ന തരിപ്പണമായി അതിന്റെ ആശുപത്രി കിടക്കുക, വാഹനത്തിന്റെ ആശുപത്രിയിൽ. അങ്ങനെയെങ്കിൽ ആ വാഹനം ആ ആശുപത്രിയിൽ കയറണമെങ്കിൽ നമ്മുടെ ആശുപത്രി നമ്മൾ കയറണ്ടേ? അതുപോലെ തകരേണ്ടതല്ലേ? വാഗ്ദത്തമുള്ളവനെത്തോടാൻ ഏത് ശക്തി എഴുന്നേറ്റാലും അതിനകത്ത് ഇടപെടുന്ന ദൈവമുണ്ട്. നിന്റെ വാഹനം ഒഴിവാക്കി കൊണ്ടേ നിന്റെ വാഹനത്തെ, നിന്റെ മാധ്യമത്തെ ദൂതനെ തകർക്കാൻ കഴിയുമല്ലേ? അവൻ നിന്നത്തോട് അവൻ ശക്തി വിട്ടുപോകുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഇന്നലെ പറയുക, ധൈര്യമായിരിക്കുക. അടുത്ത ശുശ്രൂഷയുടെ പാതാവിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ പാടിട്ടിരിക്കെ അതിന് വിലങ്ങനെ വരുന്ന ഒന്നിനെ ഞാൻ അനുവദിക്കുന്നു. സ്തോത്രം. പിശാചൊരുക്കുന്ന പദ്ധതികൾ തകരും. പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്ത് അഭിഷേകം ചെയ്ത തന്റെ കുഞ്ഞുങ്ങൾ തകരില്ല. തകരാൻ ഉയരത്തിൽ ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ. സ്തോത്രം. പിശാചിന്റെ പദ്ധതികളെ ദൈവം തകർക്കും. പക്ഷേ ഉറച്ചു നിൽക്കുന്ന അഭിഷിക്തന്മാരെ, അകത്ത് കൃപയുള്ള ദൈവമക്കളെ, നീ
ഹല്ലേലൂയ. ദൂതൻ പദ്ധതിയിട്ടു. ആമേൻ. അഭിഷേകമുള്ള ആമേൻ ബാലകന്മാരെ ആ ശക്തി തൊട്ടില്ല. ഹല്ലേലൂയ. അവർ വെന്തരിഞ്ഞ് ചാരമായി പോകാൻ അവിടെ കൊണ്ടിട്ടത്. പക്ഷെ തിരുവഴുത്ത് വായിക്കുന്നത് അവരെ കൊണ്ട് ഇട്ടവർ അതിന്റെ ചൂടടിച്ച് ആ തീക്കകത്ത് വീണിട്ടല്ല. ഹല്ലേലൂയ. ആ തീക്കകത്ത് എരിയാൻ കത്തിച്ചാരമാകാൻ 3 എണ്ണം അതിനകത്തേക്ക് വലിച്ചെറിയുമ്പോൾ ആ തീയുടെ ശക്തിയോ ആ തീജ്വാലയോ അവരെ തൊട്ടില്ല. പക്ഷേ തീയുടെ ചൂടടിച്ച് കൊണ്ടിട്ടവർ ദഹിച്ച് അവർ ഭസ്മമായി പോയെന്നാണ് വായിക്കുന്നത്. ഉറ്റന്റെ പദ്ധതി തകരും. ഹല്ലേലൂയ. ആമേൻ. ദൈവജനമേ, നീ തകരില്ല. നിന്റെ മേൽ വാഗ്ദത്തം ചെയ്ത ദൈവമുണ്ട്. നിന്റെ മേൽ വാഗ്ദത്തമുണ്ട്. നിന്റെ മേൽ അഭിഷേകമുണ്ട്. നിന്റെ മേൽ ശക്തിയുണ്ട്. നിന്റെ മേൽ വെളിപ്പാടുണ്ട്. നിന്റെ മേൽ കാഴ്ചപ്പാടുണ്ട്. നിന്റെ മേൽ സ്വപ്നമുണ്ട്. അവിടെ എട്ട് മുമ്പേ ഒന്നല്ല 1000 ശക്തി എഴുന്നേറ്റാലും അവൻ സകല ഭൂതപ്രേത വൈശാചിക മണ്ഡലങ്ങൾ അതിന്റെ സാമ്രാജ്യങ്ങൾ ഇറങ്ങി വന്നാലും സകല ശക്തികൾ ഇറങ്ങി വന്നാലും അഭിഷേകമുള്ള ദൈവത്തിന്റെ മേലെ നീ ഒറ്റയ്ക്ക് വരുവാൻ മതി. അശേരയുടെ ബാലിന്റെ കൂടെ ചേർന്ന് 450 400 850 എണ്ണം. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഏരിയ ഒറ്റയ്ക്ക്. ഹല്ലേലൂയ. 850 കള്ളപ്രവാചകന്മാരും ആശേരയുടെയും ബാലിന്റെയും അന്യാധീന ശക്തികൾ അവന്റെ എതിരെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ അഭിഷേകമുള്ള ഏരിയാവ് അവനായ ധൈര്യം ചോടുവന്നത് സധൈര്യം അവിടെ നിന്നുകൊണ്ട് ഉയരത്തിലെ ഹോമയം ദൈവത്തിന് മുഖത്ത് നോക്കി ശക്തി സംഭരിച്ചുകൊണ്ട് അവിടെ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. അതെല്ലാം തകർന്നു, തരിപ്പണമായി. പക്ഷേ ഏലിയാവ് തകർന്നില്ല. ഹല്ലേലൂയ. തകർന്നു കിടന്ന യാഗപീഠത്തെ പണിതെടുത്ത് അതിനകത്തെ യാഗവസ്തുവിനെ കൊണ്ടുവച്ച് ഒരൊറ്റ പ്രാർത്ഥന ഉയരത്തിലെ തീയിറക്കി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ കൈവരെ നീ പ്രാർത്ഥിച്ചാൽ എന്നും തീയിറങ്ങും. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്കകത്ത് ഇന്നും ദൈവത്തിന്റെ തീയിറങ്ങും. നീ ഒന്ന് മുഴങ്കാലിന്മേൽ ഇരിക്കാനും ഏൽപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ നോക്കല്ലേ, പ്രതിബന്ധങ്ങളെ നോക്കല്ലേ. അഭിഷേകമുള്ള ദൈവത്തിന് വൈകല്ലേ. നീ ഇരിക്കുന്ന വിഷയത്തിന് മുമ്പ്, ഭാരപ്പെടുന്ന വിഷയത്തിന് മുമ്പ് നീ ആമാന്തിച്ചു പോകല്ലേ. നീ സ്തബ്ധനായി നിൽക്കല്ലേ. മുഴങ്കാലം അടക്ക്. നിന്റെ മുമ്പിൽ വിഷയത്തിന്റെ തീയിറങ്ങും. ഹല്ലേലൂയ. ഒന്ന്, കൂടുതൽ ശുശ്രൂഷയ്ക്കായി അവനെ ബലപ്പെടുത്തുക. ധൈര്യമായി പൗലോസ് പേടിക്കാനൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. തനിക്ക് ഉറപ്പൊന്നുമില്ല കൊണ്ടുപോകുന്നവരെ എന്തു ചെയ്യാം അവരതിനകത്ത് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. പൗലോസിനെ കൊല്ലാനൊക്കെ നോക്കി. പൗലോസിന് ഒരു ഉറപ്പുമില്ല. റോമിലെത്തുമോ? ഹല്ലേലൂയ. പോയാൽ തിരികെ യെരൂശലേമിൽ വരുമോ? എന്റെ അവസാനം എന്തായിരിക്കുമെന്നൊക്കെ സംശയം അകത്ത് കയറി. മാനുഷികമായി ചിന്ത വ്യാപരിച്ചു കാണും. മാനുഷികമായി ഭയം എവിടെയോ തന്നെ അവൻ സ്വാധീനം ചെലുത്തി കാണും. വല്ലാതെ തന്റെ വിശ്വാസത്തിൽ നിന്ന് തന്നെ ഇളക്കം തട്ടി കാണും. അതുകൊണ്ടല്ലേ ആത്മാവ് അങ്ങനെ ഇറങ്ങിയത്. അല്ലെങ്കിൽ അവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഇറങ്ങി വെളിപ്പെടുത്തുന്നത്, അവിടെ ഇറങ്ങി ധൈര്യപ്പെടുത്തുന്നത്, അവിടെ ഇറങ്ങി വേണ്ടുന്ന ആലോചന കൊടുക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവിടെ ഇറങ്ങത്തുള്ള ദൈവം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പൗലോസേ ധൈര്യമായി ഇരി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ പ്രാണനെ തൊടാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളിലെ താല്പര്യം, എന്റെ ഉള്ളിലെ അവൻ സകല കാര്യങ്ങൾ നിന്നിൽ കൂടെ ചെയ്യാനുള്ളത് ചെയ്ത് അവസാനിപ്പിച്ചിട്ടല്ലാതെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ലതിന്റെ. ഒരപകടത്തിന് നമ്മളെ തകർക്കാൻ പറ്റില്ല. ഒരു രോഗത്തിന് നമ്മളെ തകർക്കാൻ പറ്റില്ല. നമ്മളിലുള്ള ദൈവ ദൗത്യം തീരുമ്പോട്ട് ഒരു അന്യാധീന ശക്തികൾക്കും നമ്മുടെ മേലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്റെ വകക്കാലം ആത്മാവിൽ നൂല് കൈമാറുമ്പോൾ ആ വിടുത്തരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എന്റെ കത്തിൽ സ്വത്രം പറയാനൊക്കെ പേർക്ക് കഴിയും. പോലീസിനെ തകർക്കാൻ അശ്രാന്ത പരിശ്രമം നോക്കി. സമയം പോകുന്നല്ലോ, ഞാൻ ഒഴിച്ചു വിടാം. രണ്ട്, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം
പ്രസ്താവിക്കേണ്ടുന്നതിന് നീ ധൈര്യപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. എവിടെ? അങ്ങ് റോമിൽ. നീ യെരൂശലേമിൽ പറഞ്ഞില്ലേ, ഇനി റോമിൽ നീ പറയണം ധൈര്യപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. അതാ ധൈര്യമായിരിക്കുക. അന്ന് രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്നു നിന്നു. ഹല്ലേലൂയ. ഇതുപോലെ ചില രാത്രിയൊക്കെ നമ്മുടെ ജീവിതത്തിലും വരും. ഈ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുളിന്റെ മറവറ്റി വരാനാണ്. പൈശാചിക ശക്തികൾ ഇരുളിന്റെ മറവറ്റി വരും. ഹല്ലേലൂയ. ഗിബയോന്യർ ഇസ്രായേലുമായി സഖ്യം ചെയ്തു. ഹല്ലേലൂയ. അത് അമോരിയ ശക്തികൾ അറിഞ്ഞു. അവര് ഈ ഗിബയോന്യരോട് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ഗിബയോന്യർ യോശുവയോട് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കാൻ വരണമെന്ന്. അങ്ങനെ ഈ യോശുവയുടെ നേതൃത്വത്തിൽ അവരെ സഹായിക്കാൻ ചെന്നു. പകല് അന്തിയോളം യുദ്ധം നടക്കുക. ഇവർ തമ്മിൽ യോശുവയുടെ നേതൃത്വത്തിൽ ഗിബയോന്യർക്ക് വേണ്ടി ഇസ്രായേൽ ജനം അതിശക്തമായി യുദ്ധം ചെയ്യുകയാണ്. പക്ഷേ ഈ ശത്രു അങ്ങോട്ട് വേണ്ടുന്നപോലെ യുദ്ധം ചെയ്ത് കയറി വരുന്നില്ല. അപ്പൊ എവിടെയോ ഒരു വശപ്പശക് യോശുവയ്ക്ക് മനസ്സിലായി. എന്തോ ഒരു പന്തികേട് മനസ്സിലായി. താന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് നിരൂപണങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്നറിയാമോ? അവൻ ഇങ്ങനെ പതുക്കെ നിന്ന് പകൽ സൂര്യൻ അസ്തമിച്ചു മാറും. ഈ സൂര്യൻ അസ്തമിച്ചു മാറുമ്പോൾ ഇരുൾ വ്യാപരിക്കും. ഇരുളിന്റെ മറവിൽ ഇട്ടുകൊണ്ട് ഈ ഇസ്രായേലിനെ തകർക്കാം. ഇതാണ് അവരുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയ യോശുവ ഉയരത്തിലെ ദൈവത്തോട് നോക്കി പറഞ്ഞു, ഈ സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് ശത്രു പരാജയപ്പെടുത്തുവാൻ ലക്ഷ്യം വച്ചിരിക്കുമ്പോൾ സൂര്യനെ അസ്തമിക്കാതെ അവിടെ തന്നെ നിർത്തുവാൻ ദൈവം ഇടപെടണം. ദൈവം പറഞ്ഞു, നീ അതൊക്കെ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യോശുവ അങ്ങോട്ട് ചെന്നിട്ട് സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ. സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യോനും താഴ്വരയിലും വന്നു നിൽക്കൂ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ശത്രുവിന്റെ ലക്ഷ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ യോശുവ അതിനെ തടഞ്ഞു നിർത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ സമയം പോയി. അപ്പോ ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം പ്രസ്താവിക്കേണ്ടുന്നതിന് നീ ധൈര്യമായിരിക്കുക. 2, 3 മനസ്സ് മടുക്കാതിരിക്കേണ്ടുന്നതിന് നീ ധൈര്യപ്പെട്ടിരിക്കുക. മനസ്സ് മടുത്തു പോകും അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഈ അപകടങ്ങളൊക്കെ വന്നു. കർത്താവേ, ഞാൻ മുട്രയിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പലാപ്പള്ളിയിൽ ഞാൻ പ്രാർത്ഥന നടത്തുന്നുണ്ട്, എന്റെ ഭവനത്തിൽ തുറന്തല ദേശത്ത് ഞാൻ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എത്രയും ഞാൻ ശക്തമായി ദൈവത്തിനോട് നിന്നിട്ട് എന്തേ കർത്താവേ ഇങ്ങനെ മനസ്സ് മടുത്തു. ഒരു മാനുഷിക ചിന്ത വന്ന് വീണാൽ മതി. ഇല്ലല്ലോ. പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആമേ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അതിലേക്കൂടെ ഒരു ദൈവദാസന്റെ ഫാദർ ഇങ്ങനെ നടന്നു പോകും. ഇദ്ദേഹം ദൈവദാസനാണെങ്കിലും അദ്ദേഹം ചില ലോകമായിട്ട് ജീവിക്കുന്നവർ അടിച്ചു പൂപ്പിക്കുക ഇങ്ങനെ പോവുക. അന്നേരം ഞാൻ പറയുന്നത് ഇന്ന അലനം പൊപ്പയാ നോക്കട്ടെ വേണമെന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഇല്ലല്ലോ. അന്നേരം മറ്റൊരു ദിവസം പറഞ്ഞു, ചുമ്മാതല്ല, ഈ മനുഷ്യനൊക്കെ അദ്ദേഹം വേണ്ടുന്നത് ശുശ്രൂഷിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കയറെടുക്കുക അല്ലാതെ മറ്റു വഴിയുള്ളൂ എന്ന്. ഞാൻ എന്തു അങ്ങനെ പറയാൻ കാര്യം? അന്നേരം പറഞ്ഞ ആ ദേവദാസൻ വീട്ടിലെ പ്രശ്നങ്ങൾ വെച്ച് രൂക്ഷമായപ്പോഴത്തേക്ക് താന് കയറെടുത്തു തൂങ്ങിയെന്ന്. ഇല്ലെങ്കിൽ ബഹളമൊക്കെ കേട്ട് ആരുടെ ഓടിച്ചെന്ന്, പാസ്മാരാരുടെ ഓടിച്ചെന്ന് ആമെ വെട്ടി തലയിൽ ഇറങ്ങി. സ്തോത്രം. അതൊക്കെ ഇപ്പോഴും പ്രസംഗിക്കാനും ഇത് പറയാനൊക്കെ പോകുന്നുണ്ട്. അത് വേറെ സത്യം. ഇല്ലെങ്കിൽ ആമേ. അപ്പൊ ഞാൻ പറഞ്ഞത്, മനസ്സ് തകർന്നു പോയ പിശാച് പെട്ടെന്ന് അത് മുതലെടുക്കും. അത് നമ്മൾ തകർക്കും. എല്ലാവരും അത് വളരെ സൂക്ഷ്മതയോടെ. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ പൗലോസ് ദൈവജനത്തിൽ തന്നിരിക്കുന്ന ഒരു ഭയങ്കര ഗുണപാഠമുണ്ട്. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. മറന്നു പോകരുതായിരുന്നു. സ്തോത്രം. ഒന്ന്, പൗലോസ് പറഞ്ഞത് പിശാചിന് ഇടം കൊടുക്കരുത്. സ്തോത്രം. അടുത്തത് പൗലോസ് പറഞ്ഞത് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. പിന്നെ പൗലോസ് പറഞ്ഞത് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്.
ഇത് 3 അടിവരെ ഇട്ട് എപ്പോഴും ഓർത്തിരിക്കണം. ഇതൊന്നും നമ്മളാരും ഓർത്തതൊന്നുമില്ല, നമ്മളാരും വായിക്കത്തുമില്ല. വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞതാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, സാത്താൻ നിങ്ങളെ ഓർപ്പിക്കരുത്. ഇത് 3 ഓർത്തിരുന്നു കേട്ടോ. ജോലിക്കും വേലയ്ക്കൊക്കെ പോകുന്നവരെ ഓർത്തിരുന്നു. അവൻ ഏത് വിധത്തിലും അല്ലല്ലോ ഈ അവസരം നോക്കി കയറും. അവൻ ഇടം കൊടുത്താൽ കയറും. അവൻ വന്നിട്ട് തിരികെ പോകുന്നത് സ്നേഹചമ്പനം തന്നിട്ട് വായിക്കത്തില്ല, നന്മ തന്നിട്ടായിരിക്കത്തില്ല. തിരുവെഴുത്ത് വായിക്കുന്നത് കള്ളൻ വരുന്നത് പിടിപ്പാനും കൊല്ലാനും കൂടാ. ഹല്ലേലൂയ. ഈ കള്ളപ്പിശാച് വരുന്നത് അതിന് അതോടെ പറഞ്ഞവൻ ഇടം കൊടുക്കല്ലേ. അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തതല്ലോ, അവൻ നിങ്ങളെ പരാജയപ്പെടുത്തരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ മനസ്സ് മടുക്കാതിരിക്കണം. അതിനു വേണ്ടി നീ ധൈര്യത്തോടിരിക്കാം. നീ റോമിലെത്തും, അവിടെ ഞാൻ നിന്നെ കൊണ്ടുപോകും, അവിടെ ഞാൻ നിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കും. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നിന്ന് എനിക്കത് വെളിപ്പെട്ട് കിട്ടിയത്. ദൈവത്തിന്റെ സ്തോത്രം. ധൈര്യമായിരിക്കാം എന്ന് പറഞ്ഞതിന്റെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. ഇനി ഓടിച്ചു പറയാൻ സമയം പോകുന്നതുകൊണ്ട് 3 ശക്തികൾ പൗലോസിന് നേരെ എഴുന്നേറ്റു. 1 മാനുഷിക ശക്തികൾ. മനുഷ്യർ എഴുന്നേറ്റു. എന്തിനാ? ഹല്ലേലൂയ. എത്ര വയസ്സുണ്ട്? എന്റെ ദൈവമേ, ആ കാലമൊക്കെ ആകുമ്പോഴത്തേന് എന്ത് ധരിക്കും? 15 വയസ്സിൽ കാലം കേൾപ്പാണെങ്കിൽ അപ്പൊ 1 വാഗ്ദത്തമുള്ള പൗലോസിന് നേരെ എഴുന്നേറ്റ ശക്തികൾ. 1 മാനുഷിക ശക്തികൾ, 2 പ്രകൃതി ശക്തികൾ, 3 പൈശാചിക ശക്തി. ഇതിന് 3ന്റെ ലക്ഷ്യം അവനെ കൊല്ലുക എന്നായിരുന്നു. അവരതിനെ കൊല്ലണം, ഭൂമിയിലെത്തരുത്. നമ്മുടെ ശുശ്രൂഷകൾ എത്തേണ്ടടുത്ത് എത്തരുത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോകാൻ ദൈവം തന്ന ദൗത്യം നിറവേറരുത്. ശത്രുവിന്റെ ഒരു ഭയങ്കര ലക്ഷ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അത് ഏത് വിധത്തിൽ കയറി വരുമെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അവിടെ ജയിച്ചു മുന്നേറാൻ കഴിയും. അതിനുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചോണം, കൃപ പ്രാപിച്ചോണം. ഹല്ലേലൂയ. ഈ നമുക്കൊക്കെ ഒരു പരിമിതിയുണ്ട്, അതിനപ്പുറം നമ്മൾ അങ്ങോട്ട് പോകാറില്ല. സ്തോത്രം. അങ്ങനെ ആയിരിക്കരുത്. ഏത് സാഹചര്യത്തിലും നാം ചെന്ന് പെടുമ്പോൾ ആ സാഹചര്യങ്ങളെ തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ. ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ, ആരെങ്കിലും ചിരിക്കുന്നെങ്കിൽ അത് തിരിച്ചറിഞ്ഞോണം. ഇവരെന്തിനാ സ്നേഹിക്കുന്നേ? അല്ല തല്ലാനാണോ കൊല്ലാനാണോ വളർത്താനാണോ? തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ തിരിച്ചറിയാനുള്ള കൃപ പ്രാപിച്ചോ. അത് വളരെ അത്യാവശ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ 1 പൗലോസിനെ തകർക്കാൻ മാനുഷിക ശക്തി വിടുന്നു. എന്റെ 12ാമത്തെ വാക്യം വായിച്ചേ. 23-12 പേര് വായിച്ചു പെട്ടെന്ന് എത്തണം. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു. കണ്ടോ? യഹൂദന്മാർ ഒന്നിച്ചു, അവർ യോജിച്ചു. അവർ യോജിച്ചു. അപ്പൊ യോജിച്ചു, തമ്മിൽ യോജിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതുവരെ ഇവർ തമ്മിൽ ഒരു യോജിപ്പില്ലാത്തവന്മാരാണ്. അല്ലേ? അവന്മാരുടെ തമ്മിൽ പ്രശ്നമാണ്, അവർ തമ്മിൽ യോജിക്കത്തില്ല. അപ്പൊ ഇവർ 2 കൂട്ടർ യഹൂദന്മാരാണെങ്കിലും 2 കൂട്ടർ തമ്മിൽ യോജിക്കാതെ അവർ പിണങ്ങി ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നവരാ, തമ്മിൽ അടിച്ചു ഒക്കെ. ഹല്ലേലൂയ. ഇങ്ങനെ ഈ പിണങ്ങിയിരിക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് യോജിക്കുമ്പോൾ മനസ്സിലായിക്കോണം, എന്തോ ഇവർ തന്ത്രം ഒരുക്കാണ്, എന്തോ നേരെ ജീവിക്കുന്നവർക്കെതിരെ പോരാട്ടം കൊണ്ട് വരാനാണ് മനസ്സിലായിക്കോണം. യോജിക്കാത്തവർ തമ്മിൽ യോജിച്ചിട്ട് നമുക്ക് നേരെ അടുത്തു വരുമ്പോ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് തിരിച്ചുള്ള കൃപയുടെ ഏത് സാഹചര്യത്തിൽ ഇവർ തമ്മിൽ എന്തുകൂടെ യോജിച്ചത്, തമ്മിൽ പണങ്ങിയിരുന്നവരാണ്. ഇവർ യോജിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്ന എന്തിനാണ്? നമുക്ക് പരിപാടി തരാണ്, പണി തരാണ്. അവർ തമ്മിൽ യോജിച്ചിട്ട് ഒരു ശപഥം എടുത്തു, ഒരു ഉടമ്പടി എടുത്തു, ഒരു നിശ്ചയം എടുത്തു. നമ്മൾ യോജിച്ചെങ്കിൽ അകലാവും.
ഹല്ലേലൂയ. നമ്മൾ യോജിച്ചു കഴിഞ്ഞാൽ അവരുടെ ശുശ്രൂഷ തകർത്തിട്ടല്ല പിന്മാറരുത്. നമ്മൾ യോജിച്ചെങ്കിൽ അവരുടെ പ്രാർത്ഥനയെ തകർക്കണം. നമ്മൾ യോജിച്ചെങ്കിൽ അവരുടെ നന്മയെ തകർക്കണം. അവന്റെ ലക്ഷ്യബോധത്തെ തകർക്കണം. അല്ലാതെ ഇനി പിന്മാറരുത്. 40-ൽ പരം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ നിന്ന് സമയം പോകും. രാത്രി പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവം വാഗ്ദത്തമുള്ളവരെ സംരക്ഷിക്കുന്ന വിധം മറ്റു വിധത്തിലാണ്. 40 പേരുടെ എഴുന്നേറ്റപ്പോൾ പൗലോസിനെ സംരക്ഷിക്കാൻ 470 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ കൈകൊണ്ട നല്ലൊരു കുട്ടിയ ഗോത്രം പറയുമ്പോൾ ഗോത്രം പറയും നല്ലൊരു പറയും. ഹല്ലേലൂയ. ഇങ്ങനെ ഒറ്റ ഗോത്രം പറയും. കൈയൊക്കെ ഉയർത്തി ബസ്സിനകത്ത് കയറിയ കമ്പി സീറ്റ് കിട്ടിയ കമ്പി പിടിക്കാൻ നല്ലൊരു കൈ പോലും ഗോത്രം. ഹല്ലേലൂയ. 40 അധികം പേർ ഒന്നിച്ചപ്പോൾ പൗലോസിന്റെ ദൈവം ധൈര്യമായിരിക്കെ 470 എണ്ണത്തെ നിന്റെ സംരക്ഷണത്തിന് വേണ്ടി മറുഭാഗത്ത് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കാം. മറ്റെന്തെങ്കിലും അത് ദൈവത്തിനോട് പറയുകയാണെങ്കിൽ ഞാൻ വിശദീകരിച്ച് ഞാൻ പറയാം. ഹല്ലേലൂയ. മാനുഷ്യ ശക്തിയുടെ ഹല്ലേലൂയ അതിന്റെ ഒരു ഗൗരവം എന്താണെന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മൾ നിസ്സാരമായി കളയരുത്. മാനുഷിക ശക്തി ഭയങ്കരമാണ്. സാത്താന്യ ശക്തി എപ്പോഴും പറഞ്ഞാൽ മതി. ആ വിഷയമുള്ളവരെ സാത്താന്യ ശക്തി വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോ എന്ന് പറഞ്ഞാൽ അത് പൊക്കോളും. പക്ഷെ മാനുഷ്യശക്തി ഇപ്പോ എന്ന് പറഞ്ഞാൽ പോകത്തില്ല. അതാ മാനുഷ്യശക്തി ഭയങ്കരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ മാനുഷ്യശക്തി ഏറ്റവും പൗലോസിനെ കൊണ്ട് ഒന്ന് ശാസിപ്പിച്ച പോരായിരുന്നു. അവരെ ശാസിച്ചാല് അല്ലേ? സ്തോത്രം. അങ്ങനെ അല്ലല്ലോ ദൈവം ചെയ്തത്. 40 പരം ഇവന് എതിരെ എഴുന്നേറ്റപ്പോൾ 470 മറുഭാഗത്ത് ഒരുക്കിയെങ്കിൽ മാനുഷിക ശക്തി നിസാര ശക്തിയല്ല. അവർ ഒന്നിച്ച് യോജിച്ച് അവർ ഗൂഢമായ ആലോചനയിട്ട് നിനക്കെതിരെ എഴുന്നേറ്റെങ്കിൽ, നിന്റെ ശുശ്രൂഷക്കെതിരെ എഴുന്നേറ്റെങ്കിൽ, നിന്റെ സഭയ്ക്കെതിരെ എഴുന്നേറ്റെങ്കിൽ, നിന്റെ കുടുംബത്തിന് എഴുന്നേറ്റെങ്കിൽ, നിന്റെ തലമുറയ്ക്കെതിരെ എഴുന്നേറ്റെങ്കിൽ അവർ പിന്മാറില്ല. അവർ തകർത്തിട്ടല്ലാതെ അവനെ മുടിഞ്ഞു കണ്ടിട്ടല്ലാതെ പിന്മാറില്ല. മാനുഷിക ശക്തിയെ നല്ലതുപോലെ വിലയിരുത്തി മനസ്സിലാക്കി കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് ഞാൻ അങ്ങനെ നിർത്തുന്നു. ഒത്തിരി പറയാനുണ്ട് മാനുഷിക ശക്തിയെ പറ്റി. ഹല്ലേലൂയ. സ്തോത്രം. മാനുഷിക ശക്തി ഏലിയാവിന് ചുറ്റും വന്നത്, ഏലിശായ്ക്ക് ചുറ്റും വന്നത്, ദാവീദിന് ചുറ്റും വന്നത്, അവിടെയൊക്കെ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലേ? മാനുഷ്യ ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ഫെലിസ്ത്യ രാജാവാകുന്ന അബീമേലെക്കിന്റെ മുമ്പിൽ, അവൻ ആഖീഷ് രാജാവിന്റെ മുമ്പിൽ ദാവീദ് വന്ന് പിടിക്കപ്പെട്ട് നിൽക്കുകയാ. അവൻ ചുറ്റുപാടുമുള്ളവർ വന്നിട്ട് അവൻ രാജാവിനെ പറഞ്ഞു, ഇവനാണ് ദാവീദ്. ഹല്ലേലൂയ. ശൗൽ 1000 കൊണ്ടു, ദാവീദ് 10,000 കൊണ്ടു എന്ന് ഇസ്രായേൽ ഗായക സംഘം വനിതകൾ ഏറ്റുപാടിയ ദാവീദ് ഇവനാ. ഇവനെയല്ല നീ അന്വേഷിച്ചത്, അവൻ ഇവനെയല്ല നീ കൊല്ലാൻ ആഗ്രഹിച്ചത്. അവനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, അവനെ കൊല്ലുക എന്ന് പറയുമ്പോൾ ആ മാനുഷിക ശക്തിയുടെ മുമ്പിൽ നിന്ന് ദാവീദ് രക്ഷപ്പെടാൻ വേറെ പോകണില്ല. സാത്താന്യ ശക്തിയുടെ എന്ന് പറഞ്ഞ് ദാവീദിന് രക്ഷപ്പെടാൻ പറ്റില്ല. ദൈവം ഒറ്റ പരിപാടിയും കിട്ടും. ദൈവം പറയണ ഒരു കാര്യം ചെയ്യ്, ഇവിടെ രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. നീ നിന്റെ മുഖത്ത് വായിൽ നിന്ന് താടിയിൽ കൂടെ തുപ്പലൊലിപ്പിച്ച് ആമെ മൂടിയൊക്കെ വികൃതമാക്കി ഒരു ഭ്രാന്തനായി മാറിക്കൊള്ളുക. ഹല്ലേലൂയ. അവന്റെ ദേഹത്ത് കൂടെ തുപ്പി ഒഴിപ്പിച്ച ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആഖീഷ് രാജാവ് പറയുക, നമ്മുടെ നാട്ടിൽ ഭ്രാന്തന്മാരില്ല എന്നിട്ടാണോ അവൻ ഈ ഭ്രാന്തനെ കൂടെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നത്? ഇവനല്ല ദാവീദ്, ഇവനൊരു ഭ്രാന്തന. ഈ ചുറ്റുപാട് നടക്കുന്ന ഏതോ ഒരു ഭ്രാന്തന്റെ നടുവിൽ നിന്ന് ഒരു ഭ്രാന്തനെ നിങ്ങളെ കൊണ്ടുവന്നത് ഇത് ദാവീദല്ല. പറഞ്ഞുവിടാ പറഞ്ഞു ഭ്രാന്തനെ. ഹല്ലേലൂയ. അവനെ പറഞ്ഞു വിട്ട് അവൻ ഓടുകയാ. ആമേൻ. ഹല്ലേലൂയ. അവിടെ നിന്ന് ഓടി 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 അവൻ ഫെലിസ്ത്യ മണ്ണ് വിട്ട് യെരൂശലേമിന്റെ മണ്ണിലേക്ക്, യെരൂശലേമിന്റെ അതിർത്തിയിലേക്ക് ഈ മനുഷ്യൻ പാറമെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് അവൻ തിരിഞ്ഞ് ഫെലിസ്ത്യ മണ്ണിലേക്ക് നോക്കി താൻ വിളിച്ചു പറഞ്ഞു, ഞാൻ
എഴുതിയത്. ഹല്ലേലൂയ. അതിർത്തികൾക്കൊണ്ട് വിട്ട് യെരൂശലേമിന്റെ മണ്ണിലേക്ക് കയറിയപ്പോൾ തന്നിൽ മാത്രം നോക്കിയിടുന്ന ശോഭിതരായി തീരും. ആയവർ മുഖത്തിൽ എത്തിക്കേറില്ല. ഓ തന്നിൽ മാത്രം. അറിയില്ലേ പാടുക? ഞാൻ ഗോവയെ എല്ലാ നാളും വായിച്ചുള്ള പാട്ടെടുത്തില്ലേ? ഷോ ഇത്രയും പഴയൊരു പാട്ട്. ഹല്ലേലൂയ. ആ പാട്ട് പാടി താൻ ദൈവത്തെ സ്തുതിച്ചു. മാനുഷിക ശക്തിയുടെ നടുവിൽ നിന്ന് ദൈവം ഇടപെട്ടിട്ട് അല്ലാതെ വിടുന്നില്ല. ഹല്ലേലൂയ. രണ്ടാമത്തത് ആമേൻ. ഹല്ലേലൂയ. പ്രകൃതി ശക്തി. ദൈവത്തിന്റെ സ്തോത്രം. പ്രകൃതി ശക്തി. എന്താണ് പ്രകൃതി ശക്തി? ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ കപ്പലിൽ യാത്ര ചെയ്തു പോകുമ്പോൾ ആമേൻ ഈശാനുമൂലം എന്ന കൊടുങ്കാറ്റ് അവർക്ക് നേരെ അഞ്ഞടിച്ചു. അല്ല, ഇതിന്റെയൊക്കെ ലക്ഷ്യം പൗലോസിന് മാത്രം. സമയം പോകുന്നല്ലോ, അത് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞു. ആ കാറ്റിന്റെ ഒത്തിരി സ്വഭാവമുണ്ട്. കാറ്റുകൾക്ക് സ്വഭാവമുണ്ട്. സ്വഭാവം അനുസരിച്ച കാറ്റിന് പേരിടുന്നത്. ഹല്ലേലൂയ. എന്തോ ഭാഗ്യവശാൽ ഇട്ട പേരുകളെല്ലാം സ്ത്രീകളുടെ പേരായതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. കത്രീന, റീത്ത, അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പേരായിട്ടത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. ദൈവത്തിന്റെ സ്തോത്രം. കാരണം ഈ സ്വഭാവം അനുസരിച്ച് പേരിടുന്നില്ല. ഹല്ലേലൂയ. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് അവരെ കാറ്റിൽ പേരുണ്ട്. അപ്പൊ ഇവിടെ ഈശാനെ പോലെ ഒരു സ്വഭാവം ഉണ്ട്. ആ വാക്യം താഴോട്ട് വായിക്കണം. നിങ്ങൾ 22-ാം അധ്യായം വായിച്ചു പഠിച്ചാൽ മതി. അവിടെ ആ കാറ്റിന്റെ സ്വഭാവം എഴുതി വെച്ചിട്ടുണ്ട്. വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാറ്റിന്റെ സ്വഭാവം. ഹല്ലേലൂയ. ഒന്നാമത് തുടങ്ങുന്നത് നേരെ നിൽപ്പാൻ സമ്മതിക്കാത്ത കാറ്റ്. ഹല്ലേലൂയ. അടുത്തത് വിരോധമായി ആഞ്ഞടിക്കുന്ന കാറ്റ്, പാറി പറപ്പിക്കുന്ന കാറ്റ്, ഉലച്ചു കളയുന്ന കാറ്റ്, നഷ്ടം വരുത്തുന്ന കാറ്റ്. അങ്ങനെ ഒത്തിരി കാരണങ്ങൾ പറയുന്നു. ഈ കാറ്റിനെ കുറിച്ച് വിവരിക്കേണ്ടത്. അതുപോട്ടെ. പ്രകൃതി ശക്തി. മൂന്നാമത്തത് പൈശാചിക ശക്തി. എവിടെ വെച്ചാൽ മെലിത്ത എന്ന ദ്വീപിനകത്ത് അവർ ചെല്ലുമ്പോൾ ആണലി രൂപത്തിൽ അവന്റെ കയ്യിൽ കടിച്ചു തൂങ്ങി. ഹല്ലേലൂയ. നോക്കിക്കേ, ആണലിയുടെ വിഷം അവന്റെ ഉള്ളിലേക്ക് കടന്നു കയറി ഇവൻ ചേർത്ത് നിർത്ത് മരിച്ചു വീഴുവാൻ നോക്കി നിൽക്കുമ്പോൾ ഉയരത്തിലെ ദൈവം അതിന്റെ നടുവിൽ നിന്ന് അഭിഷിക്തനെ അതിനകത്തേക്ക് തീക്കകത്തെ കുടഞ്ഞെറിഞ്ഞു കളഞ്ഞിട്ട് ദൈവം അവനെ പിടിപ്പിച്ചു. 3 ശക്തികളിൽ അഭിഷേകമുള്ളവൻ, അവൻ ദൈവവാഗ്ദത്തമുള്ളവനെ തകർക്കാൻ എഴുന്നേറ്റ് വരുന്ന ശക്തികൾ. 1 മാനുഷിക ശക്തി, 2 പ്രകൃതി ശക്തി, 3 പൈശാചിക ശക്തി. ഹല്ലേലൂയ. അതൊക്കെ മറ്റൊരു ദിവസം ഞാൻ എന്തെങ്കിലും ഇത് തന്നെ ദൈവന്മാരോട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം. ഹല്ലേലൂയ. അതൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. വാഗ്ദത്തമുള്ളവരെതിരെ ഉയർന്നു വരുന്ന ശക്തികൾ, വാഗ്ദത്തമുള്ളവരെ ഓടിക്കാൻ വരുന്ന ശക്തികൾ, അതിനെ തിരിച്ചറിഞ്ഞ കാഴ്ചപ്പാടോടെ വെളിപ്പാടോടെ മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ നമ്മെ തകർക്കാൻ വരുന്നത്, നമ്മുടെ തലമുറയ്ക്ക് നേരെ വരുന്നത്, നമ്മുടെ സമ്പത്തിന് നേരെ വരുന്നത്, നമ്മുടെ ഉയർച്ചകൾക്കെതിരെ വരുന്നത്, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധനെ വിളിച്ചു പറയുക, വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ പൈതലേ, നിന്റെ പേരൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. ധൈര്യമായിട്ടിരിക്ക്. ഹല്ലേലൂയ. ഏത് ശക്തി ഇളകി വന്നാലും അകത്ത് കാഴ്ചപ്പാടുള്ളവരെ തകർക്കാൻ പറ്റില്ല. അകത്ത് സ്വപ്നമുള്ളവരെ തകർക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ആമേൻ. യോസേഫിന് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിരുന്നു. യോസേഫേ, ആമേൻ, ഹല്ലേലൂയ, നിന്നെ എല്ലാവരും വണങ്ങും. നിന്റെ സഹോദരങ്ങൾ നിന്റെ മുമ്പിൽ വന്ന് വണങ്ങും. നിന്റെ അമ്മയും അപ്പനും നിന്നെ വണങ്ങും. ആമേൻ. നീ ഒരു ശ്രേഷ്ഠനായി മാറാൻ പോകുന്നു. 2 ദർശനം തനിക്ക് കൊടുത്തു. ആ ദർശനം തന്റെ ഒരു വാഗ്ദത്തമായിരുന്നു. ഈ വാഗ്ദത്തം അറിഞ്ഞ നിമിഷം മുതൽ ഇവരെ കൊല്ലാൻ ഉടമ്പെട്ട് വരികയെ ശക്തികൾ. അവൻ പൊട്ടക്കിടന്റെ രൂപത്തിൽ വന്നു, മിഥ്യാനെ കച്ചവടക്കാരന്റെ രൂപത്തിൽ വന്നു, അവൻ പൊത്തിപോരിന്റെ ഭവനത്തിന്റെ രൂപത്തിൽ വന്നു, കാരാഗ്രഹത്തിന്റെ രൂപത്തിൽ വന്നു. ഹല്ലേലൂയ. അവിടെയൊന്നും അവരെ തകർക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? അവന്റെ അകത്തൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ ദൈവ നിശ്ചയമുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നിർണയമുണ്ടായിരുന്നു. അവനവൻ ദൈവത്തിന്റെ പർപ്പസുണ്ടായിരുന്നു. അവനവൻ ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ടായിരുന്നു. ആ നിയോഗമുള്ളവരെ, വാഗ്ദത്തമുള്ളവരെ, കാഴ്ചപ്പാടുള്ളവരെ, വെളിപ്പാടുള്ളവരെ, നിനക്കെതിരെ എന്തുയർന്നാലും നീ ധൈര്യമായിരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ ബലപ്പെടുത്തും. ഞാൻ നിന്റെ മനസ്സ് തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. ഓ, എന്റെ സാക്ഷിയായി തന്നെ ഞാൻ നിന്നെ പലയിടങ്ങളിൽ നിർത്തുമാറാക്കുന്ന ഒരു ദൈവമെന്ന് പറഞ്ഞ് പൗലോസിന്റെ വിലാപ്പുറത്ത് വന്ന് തട്ടി ആമേൻ, ഹല്ലേലൂയ,
സാരമില്ല പൗലോസേ, സാരമില്ല, ഇതൊന്നും കണ്ട് നീ ഭയപ്പെടേണ്ട, ഇതൊന്നും കണ്ട് നീ ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ദൈവത്തിനെ ഇതന്നെ ഇതിന്റെ അപ്പുറത്ത് വരുമ്പോൾ ധൈര്യം വന്നില്ല. ദൈവം വെച്ചിരിക്കുന്ന ഒരു വാഗ്ദത്ത നിവർത്തീകരണമുണ്ട്. ദൈവം നമ്മുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന ചില നിർണയങ്ങളുണ്ട്. ദൈവത്തിന്റെ ചില നിയോഗങ്ങളുണ്ട്. അത് സാക്ഷാത്കരിക്കും മുൻപ് ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇളകട്ടെ മറിയട്ടെ എന്ന് ചെയ്യുന്നത് നമ്മളെ തൊടാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ഭാഗത്തും പറയുന്നത് അതാണ്, കപ്പൽ തകരും, പക്ഷേ കഴിഞ്ഞ രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ ഉടയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൂതൻ എന്റെ അരികിൽ വന്നു. എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട്, നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലൂടെയും നമ്മൾ സഞ്ചരിക്കുന്ന കപ്പൽ തകരും. അവൻ ഓരോരുത്തരുടെയും പ്രാണവിഹാരി വരുത്താൻ സമ്മതിക്കില്ല. ഓരോരുത്തരുടെട്ടോ തുടങ്ങി ആരെങ്കിലും ഒന്നിനെങ്കിലും തുടർന്നായിരുന്നു? തൊട്ടില്ലല്ലോ. വാഗ്ദത്തം ചെയ്ത ഉയർന്ന ദൈവം ഉടനെ ദൈവം കൽപ്പിച്ചു, എന്റെ ദാസന്റെ മേൽ ഒന്നും ചെയ്തേക്കരുത്, എന്റെ ദാസന്റെ കൂടെ വരുന്നവർക്ക് വേണ്ടി ഒന്നും ചെയ്തേക്കരുത്. അവൻ ലാബാൻ യാക്കോബിന്റെ പിന്നെ വരുമ്പോൾ അവനെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലാനാ, അവനെ പിടിച്ചുകൊണ്ട് തകർക്കാനാ യാക്കോബിനെ. അവൻ ഉയരത്തിൽ ഇടയ്ക്ക് ഇറങ്ങി അവൻ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു, അവൻ എന്റെ ദാസനാകുന്ന യാക്കോബിന് നേരെ ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ ഒന്നും ചെയ്തു പോകരുത്. ലാഭം വന്നിട്ട് യാക്കോബിനെ പിടിച്ചിട്ട് പറയും, യാക്കോബ് എനിക്ക് ശക്തിയിലഞ്ഞിട്ടൊന്നും അല്ല, നിനക്ക് അറിയാമല്ലോ എന്നെ. ഹല്ലേലൂയ. അവൻ എന്റെ പിടിപാട് നിനക്കറിയാമല്ലോ. വഴി ഞങ്ങൾ വരുന്ന വഴിയിൽ അവൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവം അവൻ ഞങ്ങൾക്ക് മധ്യ ഇറങ്ങി വന്നിട്ട് നിന്നെ തൊട്ടുപോകരുതെന്ന് വിലക്കിയത് കൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞ് അവർ സ്വയമേ മടങ്ങിപ്പോയി. എന്താ തൊടാഞ്ഞ്? അവന് വാഗ്ദത്തമുള്ളവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. ദൈവത്തിന്റെ അഭിഷേകമുള്ളവനെ ഒരു ലാഭാന്യ ശക്തിക്കും ചെയ്യാൻ പറ്റില്ല, ഒരു ഫറവോന്റെ ശക്തിക്കും ചെയ്യാൻ പറ്റില്ല, ഒരു ബാബിലോണിയ ശക്തിക്കും ചെയ്യാൻ പറ്റില്ല, ഒരു ആഹാബ ശക്തിക്കും ചെയ്യാൻ പറ്റില്ല, ഒരു ഈസബേലിയ ശക്തിക്കും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്, നിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം വായിച്ചു പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പാഴ്സി ദേശപ്രഭുവിന്റെ കണ്ണുകൾ തന്റെ ജനത്തിന്റെ മേൽ പതിയാതിരിക്കേണ്ടുന്നതിന് ഉയരത്തിലെ ദൈവത്തിന്റെ കണ്ണ് തന്റെ ജനത്തിന്റെ മേലുണ്ടായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിന്റെ നേരെ എത്ര ദുഷ്ട കണ്ണുകൾ എടുത്താലും, നിന്റെ നേരെ എത്ര ഏതെല്ലാം നിന്നെ തകർക്കാൻ നോക്കിയാലും, നിന്നെ നോക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അവൻ അനന്തത്തിലേക്ക് കാണാൻ വീഴാൻ സമ്മതിക്കാതെ, അനന്തത്തിനെ വലിച്ചെറിയാൻ സമ്മതിക്കാതെ നിന്നെ രക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ദാസനായ നമുക്കുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അവൻ ഇന്ന് രാത്രി വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ അഭിഷേകമുള്ളവരെ തൊടാൻ പറ്റില്ല. വാഗ്ദത്തമുള്ളവർക്കെതിരെ എഴുന്നേറ്റ് വരുന്ന ശക്തികൾ ഏതെല്ലാമായാലും ഏതൊക്കെ രൂപത്തിൽ വന്നാലും അവൻ ദൈവവൈതലേ നിന്നെ തൊടാൻ അതിന് കഴിയില്ല. കാരണം നിന്റെ മേൽ ഉത്തരവാദിത്വം ഉയരത്തിലെ ദൈവത്തിന്. അവൻ ഉത്തരവാദിത്വം നിറവേറ്റാൻ തന്റെ പുത്രനായ ക്രിസ്തു യേശുവിനെ നിയമിച്ചിരിക്കുകയാൽ അതിന്റെ അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കുള്ളത് കൊണ്ട് ഒരു ദുഷ്ടനാക്കുകൾക്ക് നമ്മളെ തൊടാൻ കഴിയില്ല. ആകയാൽ ഇന്ന് രാത്രി തിരുവെടുത്ത് നമ്മൾ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, ധൈര്യമായിരിക്ക, നിന്റെ മുൻപോട്ടുള്ള ശുശ്രൂഷയിൽ ഞാൻ നിന്നെ സഹായിക്കും. എന്നെ കുറിച്ച് നിനക്ക് ഇനിയും സാക്ഷീകരിക്കാനുണ്ട്. മനസ്സുടഞ്ഞു പോകല്ലേ, ധൈര്യമായിരിക്ക്, ഞാൻ നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ആമേൻ. ഇന്ന് രാത്രി കർത്താവേ തന്റെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ഒരു ബലപ്രദനം ശക്തീകരിക്കണമേ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ